ജഗന്നാഥ രാമ ഹാരാമ മമ പ്രാണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറയുകയും കണ്ണുനീരോല്ലോല വാക്കു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കയും കിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കൊളുത്ത ജലം കൊണ്ട് സന്ദർഭം ഇതാണ്. എന്താണ് എന്ത് പറയണമെന്ന് അറിയില്ല, എന്താണ് ഇതിന് പരിഹാരം എന്നറിയില്ല. ആ സമയത്ത് എന്റെ പ്രാണനല്ല, എന്റെ പ്രാണൻ തന്നെ ആയിട്ടുള്ളവനെ, എന്റെ ജീവനായിട്ടുള്ളവനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. കൈകേയി ഈ ആവശ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ എന്റെ പ്രാണനായിട്ടുള്ള രാമനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുകയാണ്, ഞാൻ പറയുന്ന വാക്ക് പാലിക്കും എന്നൊരു വാക്കുകൂടി കൊടുക്കുന്നു. ആരെക്കുറിച്ചാണ്, ആരെയാണ് ആണയിട്ടത് അല്ലെ? അമ്മയാണ് സത്യം എന്ന് എല്ലാവരും പറയും. ഇവിടെ രാമനെ പിടിച്ചാണ് ദശരഥൻ ആണയിട്ടിരിക്കുന്നത്. അമ്മയാണ് സത്യം എന്ന് പറയാൻ കാര്യം എന്താ? അമ്മയാണ് സത്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അമ്മയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ സത്യമല്ലേ? അച്ഛൻ സത്യമാണെങ്കിൽ അമ്മ പറയുന്നതാണ് സത്യം അല്ലെ? അച്ഛൻ പറയുകയാണ്, ആ നിൽക്കുന്ന ആളാണ് മോനെ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അത് കുട്ടിക്ക് അറിയില്ല, അമ്മ പറയുന്നതാണ് സത്യം. പക്ഷെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് താൻ വന്നതെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അമ്മാവിനെ പിടിച്ച് അല്ലെങ്കിൽ അപ്പൂപ്പനെ പിടിച്ച് വല്യച്ഛനെ പിടിച്ച് ആരെയും ആണയിടാതെ അമ്മയാണ് സത്യം എന്ന് പറയുന്നത്. ഇവിടെ അമ്മയെ പിടിച്ചല്ല, ദശരഥൻ സത്യം ചെയ്തത് ആരെ കുറിച്ചാണ്? ആരെ പിടിച്ചിട്ടാണ്? ശ്രീരാമൻ തന്റെ ശ്രീമന്തപുത്രനായ ശ്രീരാമനെ കണ്ടാണ്. അപ്പൊ ഇവിടെ ആ പ്രാണവല്ലവൻ തന്റെ പ്രാണൻ തന്നെയാണ്, തന്റെ ജീവൻ തന്നെയാണ്. നിന്നെ തിരിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഈ കാട്ടിൽ പോയാൽ 14 വർഷത്തേക്ക് അല്ലെ, ഒരു ദിവസം തന്നെ എന്നെ കാണാൻ വേണ്ടിക്കാൻ എനിക്കാവില്ലല്ലോ. അങ്ങനെ വേഗത കൊണ്ട് നിൽക്കുകയാണ് ഈ ദശരഥൻ. പിന്നീടോ ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താ ചെയ്യുന്നത്? നന്നായി മുറുകെ തടുകയും പിന്നെ ചുടുചുട ദീർഘമായി വീർക്കുകയും അസ്വസ്ഥ അനുഭവിക്കുക അല്ലെ. രക്തസമ്മർദ്ദം ഉണ്ടായി കഴിയുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എന്താ വിയർക്കുകയാണോ, അവരെന്താ കരയാൻ പോവുകയാണോ, മുഖമൊക്കെ വല്ലാതെ വിവരണമായി ആ ഒരു അവസ്ഥ പോലെയാണ്. തന്നുടെ കൈയാൽ കൊളുത്ത ജലം കൊണ്ട് കണ്ണും മുഖവും തുടച്ചുരകൂത്തവൻ അശേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൽ നയഗോവിതനായ ഏത് സമയത്ത് എന്താണോ, ആരോടാണോ, എന്താണോ, എപ്പോഴാണോ, എങ്ങനെയാണോ പറയേണ്ടത് അതാ നയഗോവിതൻ. നയമായി സംസാരിക്കണം, നയചാതുരി, സാമർഥ്യത്തോടെ സംസാരിക്കണം. ചിലര് അസമയത്ത് കയറി അസന്ദർഭങ്ങളിൽ കയറി പലതും പറയുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടത് വേറൊരവസരത്തിൽ പറയുന്നത് കൊണ്ട് കൂടിയാണ്. ഇവിടെ ആ സമയത്ത് ശ്രീരാമദേവൻ തന്റെ പിതാവിനോട് പൊട്ടിക്കരയുന്ന അല്ലെ, വേഗത കൊണ്ട് നിൽക്കുന്ന, വാത്സ്യപ്പെട്ടു പോകാൻ പോകുന്ന, അങ്ങനെയൊക്കെ എല്ലാ ഭാരവും ദുഃഖഭാരങ്ങളും ഏറ്റുവാങ്ങി നിൽക്കുന്ന ആ പിതാവിനോട് അദ്ദേഹം രാമൻ പറയുകയാണ്, എന്തിനൻ താതൻ ദുഃഖിക്കുന്നു, എന്തൊരു ദണ്ഡമിരുന്നു മഹീപതേ, സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്ക് ശക്തി പോരായികയും ഇത് രണ്ടിനും സോദരൻ നാടു ഭരിച്ചിരുന്നീടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ, ഓർക്കിലീ രാജ്യഭാരം വഹിക്കുന്നതിൽ സത്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ഗന്ധമില്ലാതെ കർമ്മം മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ പറയുന്നത്? ആ അച്ഛനെ, പിതാവിനെ വേദതൂടിൽ കലങ്ങി വിറച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് സർവ്വദുഃഖങ്ങൾ അനുഭവിക്കുന്ന പിതാവിനെ ആശ്വസിക്കുക എന്തുകൊണ്ടാണ്? ഞാൻ കാട്ടിൽ പോകാൻ ഞാൻ മതിയല്ലോ, നന്നായി ഭരിക്കാൻ ഭരതനുണ്ടല്ലോ, ഭരതൻ ഭരിച്ചുകൊള്ളുമല്ലോ, പിന്നെ എന്തിനാണ് ഇത്രമാത്രം വിഷമിക്കുന്നത്? എന്തിനാണ് ദുഃഖിക്കുന്നത്? എന്തിനാണ്? പേരിട്ടപ്പോൾ തന്നെ ഇതിനെ സൂചിപ്പിച്ചു. പേരിടുന്ന നേരത്തെ രാമൻ രമിപ്പിക്കുന്നവൻ, സ്വയം ആനന്ദിക്കുന്നവൻ, മറ്റെല്ലാവരെയും തന്നോട് ഇടപെടുന്നവരെയും എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ, അതാണ് രാമൻ എന്ന് പേരിട്ടിട്ട്. രണ്ടാമത് പേരിട്ടപ്പോൾ വസിഷ്ഠ മഹർഷി ചിന്തിച്ചതെന്താ? കരണനിപുണൻ, നാളെ ഇവൻ കരണനിപുണനാവും, അതുകൊണ്ട് ഇവൻ കരുതൻ അല്ലെ, ലക്ഷണമൊത്തവൻ, ലക്ഷ്മണൻ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകൾ ഇട്ടു. ആ ഭരതനെ കുറിച്ച് രാമൻ ഓർമ്മിപ്പിക്കുകയാണ്, അച്ഛനോട് ഓർമ്മിപ്പിക്കുകയാണ്. ഭരതൻ പേര് മാത്രമല്ല, അവൻ നല്ല കഴിവുള്ളവനാണ്, അവൻ ഭരിക്കട്ടെ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം, വളരെ മനോഹരമായ ഒരു കാര്യം എന്താണ്? സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ ഓർക്കിലീ രാജ്യഭാരം. രാജ്യത്തിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കിരീടം. രാജ്യഭരണം ഉൾക്കിരീടമാണ്, അതൊരു ഭാരമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു ഭാരമാണ്. രാമൻ പറയുകയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമേതാണ് കാട്ടിൽ പോകുന്നതാണ്. അതിനേക്കാൾ ഈ രാജ്യഭരണം തലയിലേറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം
കാട്ടിലേക്ക് പോകുന്നത്. കാടും ഈ ഭരണവും രാജ്യവും തമ്മിൽ നോക്കുമ്പോൾ, അയോധ്യയും കാടും തമ്മിൽ നോക്കുമ്പോൾ എനിക്കിഷ്ടം കാട്ടിൽ പോകുന്നതാ. ഈ ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ത് കൈകേയി ദേവി രാജ്യഭരണം എനിക്ക് തരാതെ സ്വന്തം മകന് പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ആ രാജ്യഭരണം സ്വന്തം മകനായിട്ടുള്ള ഭരതന് നൽകിയിട്ട് എന്നോട് കാട്ടിൽ പോയി നീ തിരിച്ചു നടന്നോ എന്ന രീതിയിലാണ് ഇവിടെ രാമൻ സംസാരിക്കുന്നത്. എന്താ പറയുന്നത്? കൈകേയി മാതാവിന് എന്നോടുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, വാത്സല്യം കൊണ്ടാണ് എന്നെ കാട്ടിലേക്ക് അയക്കുന്നത് എന്ന് പറയാനുള്ള നമ്മുടെയൊക്കെ മനോഭാവത്തിലാണ്. മനോഭാവമാണ്. ഒരു കാര്യം കാണുമ്പോൾ അത് എനിക്കെതിരെയുള്ളതാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ തീരുമാനിച്ചാൽ തീർന്നു അല്ലേ? ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരുമായിട്ട് രണ്ടുപേരെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടമ്മ ചായ തിളപ്പിച്ച് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തു. അര ഗ്ലാസ് വീതം ഉണ്ടായിരുന്നുള്ളൂ. 11:30-12 മണിയായി. ആ സമയത്ത് ഇത്തിരി പാലുണ്ടായിരുന്നു, ഇത്തിരി പഞ്ചസാരയൊക്കെ ഉള്ളത് കൊണ്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ചായ രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തു. ആദ്യത്തെ ആൾ പറഞ്ഞു, ഈ സമയത്ത് വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാൻ ഇവർക്ക് കഴിയുന്നില്ല. മറ്റേ ആൾ പറഞ്ഞു, ഈ സമയത്ത് വന്നിട്ടും ഈ അസമയത്ത് വന്നിട്ടും അര ഗ്ലാസ് ചായ എങ്കിലും കിട്ടിയല്ലോ. രണ്ടുപേരുടെ കയ്യിൽ കിട്ടിയത് അര ഗ്ലാസ് ആയിരുന്നു. പക്ഷെ ഒരാള് അതിൽ അസംതൃപ്തനായിരുന്നു, മറ്റേ ആൾക്ക് പൂർണ്ണമായി സംതൃപ്തി നേടാൻ പറ്റി. അത് ആ മനോഭാവമാണ്. ആ മനോഭാവമാണ് ഏത് കാര്യത്തെയും പോസിറ്റീവായി കാണാൻ പറ്റുക, ശുഭാത്മകമായി കാണാൻ പറ്റുക. അതാണ് നമ്മൾ ഉയർത്തേണ്ടത്. ഭഗവത്ഗീത പറയും, എന്താ പറയുന്നത്? അർജുനനോട് ധ്യാനയോഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയും, എന്ന് പറയും. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വില്ലാളിവീരനായിട്ടുള്ള അർജുനൻ അങ്ങനെ തളർന്ന് അല്ലെ, തന്റെ ഗാന്ധികളൊക്കെ താഴെയിട്ട് ആ തളർന്ന അവശനായി, ഇനി എനിക്ക് ജീവിതം പോലും വേണ്ട, യുദ്ധം വേണ്ട, ഭൂമി വേണ്ട, രാജ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്ന ആ ഒരു ശ്ലോകം, ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ച ശ്ലോകം, ഉത്തരേതാത്മനാത്മാനം. അർജുന, നീ നിന്നെ തന്നെ ഉയർത്തു. നിന്നെ ഉയർത്താൻ പുറത്തുനിന്ന് ഒരാൾ വരില്ല. നിന്റെ മനസ്സിനെ ഉയർത്തേണ്ടത്, നിന്റെ ആത്മാവിനെ ഉയർത്തേണ്ടത് നീ തന്നെയാണ്. ഉത്തരേതാത്മനാത്മാനം. നിന്റെ ആത്മാവിനെ നീ തന്നെ, നിന്നെ കൊണ്ട് തന്നെ ഉയർത്താൻ ശ്രമിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയേണ്ട മണ്ണുമാന്തി, JCB എന്ന് പറയില്ല, അത് കമ്പനി പേരാണ്. അപ്പൊ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നിട്ട് കെട്ടിടമൊക്കെ വിളിച്ച് നീക്കാൻ പറ്റും. എത്ര വലിയ കെട്ടിടം വേണമെങ്കിൽ ഒരു 10 JCB മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് പൊക്കാൻ പറ്റും. പക്ഷേ 1000 മണ്ണുമാന്തി യന്ത്രങ്ങൾ വന്നാലും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റില്ല. അത് നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ഇവിടെ അർജുനോട് പറയുന്ന പ്രധാനപ്പെട്ട ശ്ലോകമായതുകൊണ്ട് അത് ഒന്നുകൂടി പറയാം. എന്താണ്? ഉത്തരേതാത്മനാത്മാനം ആത്മാനം അവസാദയെ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രുദ്രാത്മന. എപ്പോഴാണോ അർജുന നീ നിന്റെ മനസ്സിനെ ഇടിച്ചു കാട്ടാൻ ശ്രമിക്കുന്നത്, എപ്പോഴാണോ നെഗറ്റീവ് ചിന്തകളിൽ നീ കുടുങ്ങിപ്പോകുന്നത്, എപ്പോഴാണോ ആ സമയത്ത് നീ അധപ്പതിക്കുകയാണ്, നീ പിന്നോട്ട് പോവുകയാണ്, പുരോഗതി ഉണ്ടാകുന്നില്ല നിന്റെ ജീവിതത്തിൽ, നീ പിന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നീ ആരായി മാറുന്നു? എപ്പോഴാണോ നെഗറ്റീവ് ചിന്തകൾ, രക്തചിന്തകൾ, അശുഭ ചിന്തകൾ കൊണ്ട് നീ നിന്റെ മനസ്സിനെ നിറയ്ക്കുന്നത്, അപ്പോഴാണ് നീ നിന്റെ ശത്രുവായി മാറുന്നത്. നീ തന്നെയാണ് നിന്റെ ശത്രു. ചിലർ പറയും, എന്റെ അമ്മാവ് വലിയ ശത്രുവാണ്, ചേട്ടൻ വലിയ ശത്രുവാണ്, അവിടുത്തെ അയൽക്കാരൻ എന്താ സർവകൽ മാതുന്ന അയൽക്കാരനാ ശത്രു എന്നൊക്കെ പറയും. ശത്രു എന്ന് പറയുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. നെഗറ്റീവായി ചിന്തിക്കുന്ന എന്റെ മനസ്സാണ് ശത്രു. അപ്പൊ ഇവിടെ ഭഗവാൻ അതിനോട് പറയുക, എപ്പോഴാണ് നെഗറ്റീവായി നീ ചിന്തിക്കുന്നത്, നീ നിന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത്, നീ എപ്പോഴാണോ അപ്പൊ അകപ്പതിക്കുകയാണ്, നീ നിന്റെ ശത്രുവായി പോകും. പിന്നെ നീ എപ്പോഴാണ് മിത്രമാകുന്നത്, നീ എപ്പോഴാണ് നിന്റെ ബന്ധുവാകുന്നത്, എപ്പോഴാണോ നീ തന്നെ നിന്നെ ഉയർത്താൻ ശ്രമിക്കുന്നത്, ഏത് കാര്യത്തിലും ശുഭഭാവനയോടുകൂടി, ശുഭാത്മക ചിന്തയോടുകൂടി, പോസിറ്റീവ് നോട്ട്സിലൂടെ നീ എപ്പോഴാണോ നിന്നെ ഉയർത്തുന്നത്, അപ്പൊ നീ തന്നെ നിന്റെ ബന്ധുവാകുന്നു, നീ തന്നെ നിന്റെ മിത്രമാകുന്നു. നമുക്ക് ആലോചിക്കാം, ഞാൻ എന്റെ ബന്ധുവാണോ, ഞാൻ എന്റെ മിത്രമാണോ? നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച്, എനിക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത് എനിക്ക് കിട്ടാത്തതിനെ കുറിച്ച് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. 99 കാര്യങ്ങൾ കിട്ടിയാൽ 99 കഴിഞ്ഞ് 100ാമത്തെ ഒരെണ്ണം കിട്ടിയില്ലല്ലോ, അതുകൂടെ കിട്ടിയില്ലെങ്കിൽ 100 തികയ്ക്കാമായിരുന്നു. അതാണ് നമ്മൾ 99 കിട്ടിയല്ലോ, അമ്മയുടെ കാരുണ്യത്താൽ ഇതൊക്കെ എനിക്ക് കിട്ടിയല്ലോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നല്ലോ എന്നൊരു ചിന്ത നമുക്ക് ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ് ഭക്തരായിട്ടും നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾക്കും മൂല കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്, ആ കൈകേയി മാതാവ് ചെയ്ത കാര്യത്തെ വളരെ പോസിറ്റീവായി കണ്ടിട്ട് ഇത്രയും വലിയൊരു അവിടെ എന്താ പറയുക, യുദ്ധകാഹളം പോലുള്ള ഈ ദുഃഖത്തിന്റെ ഒരു യുദ്ധകാഹളം മുഴക്കുന്ന അയോധ്യാനഗരിയില് പെട്ടെന്ന് ആ രാമന്റെ വാക്കുകൾ കൊണ്ട് എല്ലാം ശാന്തതയിലേക്ക് എത്തുക. കാരണം രാമൻ പറയുന്നത് എന്താ, ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് കാടായാലുണ്ട്, എനിക്ക് അയോധ്യ എല്ലാം ഒരേപോലെയാണ്. അപ്പൊ നാളെ കിട്ടുമെന്ന് കരുതിയിരിക്കുന്നത് കിട്ടാതെ പോകുമ്പോഴാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം. നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താ? ദുഃഖത്തിന് കാരണം ഇത് തന്നെയാണ്. കുറച്ച് അടുത്ത ലക്ഷണോപദേശത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട്
മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞീ വൈകാതെ പോവതിനായി വരുന്നേനെന്നരുൾ ചെയ്തു ദേവനും മാതൃകേകം പൊക്കത് നേരം കൗസല്യദേവിയുടെ അടുക്കലേക്ക് പോയിട്ടില്ല. കൗസല്യദേവി ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. അപ്പം കൗസല്യദേവി കാണാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. ശ്രീരാമചന്ദ്രദേവൻ അവിടേക്ക് എത്തി. രാവണരെ കൊണ്ട് ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ട് ഹോമഭൂജാദികൾ കൃത്യവിദ്യത്തിനായി കൊണ്ട് ചെയ്യിച്ചു വിത്തമദീവദാനങ്ങൾ ചെയ്താതരാൽ ഭക്തി കൈ കൊണ്ട് ഭഗവത് പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടിട്ടില്ലല്ലോ. അത്രമാത്രം സമാധി അവസ്ഥ. സമമായ ധിയാണ് സമാധി. നമ്മൾ സമാധി എന്നൊക്കെ പറയുന്നത് മരിച്ചു കഴിയുന്ന അവസ്ഥ. സമാധി എന്ന് പറഞ്ഞാൽ സമമായ ധി. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാത്തിനും സമമാണ്. നേരത്തെ പറഞ്ഞ നിന്ദ വന്നാലും സ്തുതി വന്നാലും, നിന്ദിച്ചാലും ശരി സ്തുതിച്ചാലും മനസ്സിന് ഇളക്കമില്ല. അതിനെയാണ് ആചാര്യന്മാർ സമാധി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സമാധി അവസ്ഥയിൽ മുഴുകി ഈശ്വരനായിട്ടുള്ള ബന്ധത്തിൽ അത് കിട്ടുക. ഈശ്വരനുമായിട്ടുള്ള ആ ഒരു നിത്യബന്ധത്തിൽ, നിരന്തരമായ ബന്ധത്തിൽ അത് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ കൗസല്യാദേവി നേരത്തെ തന്നെ ആദ്യം തന്നെ നമ്മൾ കേട്ടു അല്ലെ, ശ്രീരാമാഭിഷേകത്തിന്റെ തുടക്കത്തിൽ തന്നെ കൈകേയി കാമുകനാണ് ദശരഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർഗാഭഗവതി എല്ലാ ദുർഗതികളും മാറ്റുന്ന അല്ലയോ ഭഗവതി എന്ന് വിളിച്ചുകൊണ്ടാണ് കൗസല്യദേവിയെ നമ്മൾ കാണുന്നത് തന്നെ. ഇവിടെ തന്റെ മകനെ കുറിച്ച് ഓർത്തും എല്ലാ വഴിപാടുകൾ നടത്തി എല്ലാം ആ ദേവിയെ തന്നെ വീണ്ടും വിളിക്കുകയാണ്. അന്തികേ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലിയിടിയാൻ. ഈ സമയത്ത് സുമിത്രാദേവി, ലക്ഷ്മണന്റെ മഹാവായിട്ടുള്ള സുമിത്രാദേവി എന്നിട്ട് എന്ത് പറഞ്ഞു? രാമനുപഗതനായത് കണ്ടില്ലേ, ഭൂമിപാലപ്രിയെ നോക്കിയിടുക. തന്റെ പുത്രനായിട്ടുള്ള രാമൻ മുന്നിൽ വന്ന് നിന്നിട്ടും ആര് കാണുന്നില്ല? കൗസല്യദേവി കാണില്ല. കാരണം ആ ഒരു പ്രാർത്ഥനയിലാണ്. വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം നേടിയാൽ പിന്നെ മടിയിലിരുത്തികയിൽ നന്നായി മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. ആ വാത്സല്യത്തോടുകൂടി കുറെ നേരമായി കണ്ടിട്ടല്ലേ. അപ്പൊ വളരെ വാത്സല്യത്തോടുകൂടി തലോടിയിട്ട് പറയുകയാണ്, എന്താ മകനെ നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. കാരണം തന്നെ പ്രതി തന്നെ കാട്ടിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് ദുഃഖം, അച്ഛൻ വിഷമിക്കുന്നു. അതൊക്കെ ശ്രീരാമചന്ദ്രദേവൻ പരമാത്മാവാണ്. പക്ഷെ ഇവിടെ മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യന്, ദശരഥന്റെ പുത്രനാണ്, കൗസല്യാദേവിയുടെ പുത്രനാണ്, ലക്ഷ്മണന്റെ സഹോദരനാ. ആ മുഖം വാടിയിരിക്കുന്നത് വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവൂലേ? അതാരാ? സ്വന്തം അമ്മ. പെറ്റമ്മയ്ക്ക് അറിയാൻ പറ്റും. അതിന്റെ ഏതവസ്ഥയാണെന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം മറ്റാർക്കും ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ എപ്പം ഒക്കെ തിരിക്കുമ്പോഴത്തേക്ക് റോഡിലൂടെ വണ്ടി പിടിച്ച് കറങ്ങി പോകുമ്പോൾ അല്ലെ ഫ്രീക്വൻസി ചിലപ്പോൾ കിട്ടില്ല, വല്ലാത്ത അപശബ്ദങ്ങളായിരിക്കും. പക്ഷെ അതിന് ആ സ്റ്റേഷന്റെ അടുത്തെടുക്കുമ്പോൾ കൃത്യമായി കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ അമ്മയ്ക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അമ്മ ചോദിക്കുക, എന്താ നിന്റെ മുഖാംബുജം, നിന്റെ താമരപ്പൂ പോലുള്ള ഈ മുഖം എന്താ നിങ്ങൾ വാട? അതെപ്പോഴും തെളിഞ്ഞ് നിൽക്കുകയാണല്ലോ, അതൊക്കെ വിരിഞ്ഞ് നിൽക്കുകയാണല്ലോ, വളരെ ശോഭയാർന്നിരിക്കുന്ന ആ മുഖം എന്താണ് വാടാൻ കാരണം എന്ന് കൗസല്യാമ്മയ്ക്ക് തോന്നിയതാ കേട്ടോ. രാമന്റെ മുഖം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്താ പറയുന്നത്? പാരം വിശക്കയോ വന്നിരുന്നീട് കുതിപ്പ്. അപ്പൊ അമ്മയെ സംബന്ധിച്ച് തന്റെ മകനെ വിഷമം തോന്നിയ ആദ്യം വിചാരിക്കുന്നത് എന്താണ്? വിശന്ന് തന്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാ, അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുക. അന്ന് ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിന് പോകണം, മുൽപ്പാട് കേകയ പുത്രിയാമ്മയ്ക്ക് മൽപിതാരംഗ് വരം കൊടുത്തിടി ഞാൻ. ഒന്നു ഭരതനെ വാഴിക്കേന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. അത്ര 14 സംവത്സരം വസിച്ച അത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ, സന്താപനേയും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ട് കൗസല്യ ഭാര്യ മോഹിച്ചു മോഹിച്ചു. എങ്ങനെയാണെന്ന് നേരത്തെ ദശരഥൻ മോഹിച്ചു വീണത് ബോധാവസ്ഥയിലല്ലേ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് സഹിക്കാനാവാതെ തളർന്നു വീഴുകയാണ്, ബോധം കെട്ട് വീഴുകയാണ് കൗസല്യാദേവി. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം, തന്നിൽ മുഴുകി കരഞ്ഞു ദുഃഖാർണവം. ദുഃഖത്തിന്റെ ഒരു സാഗരത്തിൽ ആ മുഖത്ത് അലയടിച്ചൊരു സാഗരം, ദുഃഖത്തിന്റെ ഒരു സാഗരത്തിന്റെ തിരകളിങ്ങനെ ആ മുഖത്ത് അലയടിക്കുന്നത് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുക. തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്ന് നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. അല്ലെ, അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയെന്ന് പറഞ്ഞാൽ സ്നേഹവും കാരുണ്യവും വാത്സല്യവുമാണ്. അതിന്റെ മൂർത്തിമത് രൂപമാണ് അമ്മ.
അതിനപ്പുറത്ത് അല്ലെ ഒന്നൊരു ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ പേര് കാര്യം അമ്മയുടെ പേരാണ് നമ്മൾ പറയുന്നത്. മാതാ പിതാ, പിതാവിന്റെ പേര് രണ്ടാമതേ പറയുള്ളൂ. മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അമ്മയാണ്. ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്, സഹിക്കാനാവാത്ത വേദനയാണ്. നന്ദനൻ തന്നോട് ചൊല്ലിയാണ്. നന്ദനൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് ആനന്ദം നൽകുന്നതായതുകൊണ്ടാണ് നന്ദനൻ, നന്ദൻ എന്നൊക്കെ മക്കളെ അങ്ങനെ ഒരു പേര് പറയുന്നത്. നന്ദിനി എന്നൊക്കെ പറയുന്ന മകളാണെങ്കിൽ അങ്ങനെ പറയുന്നത് ആനന്ദം. അവർ ആ കുഞ്ഞിക്കാൽ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആനന്ദം ലോകത്തിൽ മറ്റൊന്നിനോടും നമുക്ക് ഉപമിക്കാനാവില്ല. അതുകൊണ്ടാണ് മക്കളാകുമ്പോഴത്തേക്ക് അവരെ നന്ദനൻ, നന്ദിനി എന്നൊക്കെ പറയുന്നത്. ഇന്ന് നീ കാഞ്ഞത്തിൽ പോയാല് ഞാനും കൂടെ വരും, യാതൊരു സംശയമില്ല. എന്നെയും കൊണ്ടുപോകണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കും. അരനിമിഷം ക്ഷണം അല്ലെ, ക്ഷണം എന്ന് പറഞ്ഞ ഒരു നൊടിയുടെ അത്രയൊക്കെ ഉള്ളൂ. ക്ഷണം എന്ന് പറഞ്ഞാൽ അത്രയും പോലും എനിക്ക് സഹിക്കാനാവില്ല നിന്നെ പിരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ദണ്ഡകാരുണ്യത്തിനാശു നീ പോകില്ല, ദണ്ഡധരാലയത്തിന് പോയിടുവൻ. അവിടെ ദണ്ഡധരാലയം എന്ന് പറഞ്ഞാൽ ഞാൻ യമപുരിയിലേക്ക് പോകും, ഞാൻ മരിക്കുമെന്ന് പറയുകയാണ് കൗസല്യ. പൈതലേരെ വിട്ടുപോയ പശുവിനുള്ള ആദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. ഒരു പശുവിന് തന്റെ പ്രിയപ്പെട്ട പ്രാവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അല്ലെ ഒച്ചയുണ്ടാക്കി അവിടേക്ക് നടക്കുന്നത്, അതിന് വിളിച്ചു പറയാൻ കൂടുതൽ പറയാൻ എന്ന ഒരവസ്ഥയിലാണ് ഇവിടെ കൗസല്യാദേവി പറയുകയാണ് തന്റെ അവസ്ഥ. നാടുവാഴേണം ഭരതനെന്നാകിനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കൗസല്യാദേവി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ ദശരഥന് പറഞ്ഞു, നിന്റെ മകൻ ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, ഇത്ര മതിയല്ലോ, പോരാ, എന്ത് വേണം? രാമനെ കാട്ടിലയക്കണം, 14 വർഷം അവിടെ കഴിയണം, മരുഭൂമി ധരിച്ച് അല്ലെ. അങ്ങനെയൊക്കെ എങ്ങനെയാണ് താപസ വേഷത്തിൽ കഴിയണം, താപസന്മാർ കഴിയുന്നത് പോലെ ഫലമൂലാദികൾ കഴിച്ച് അതുകൂടി ഒരു ആവശ്യമാണ് അല്ലെ. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു അവസ്ഥ അനുസരിച്ച് കൈകേയിയുടെ മനസ്സുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ആകാതിരിക്കുക എന്നുള്ളതാണ് അമ്മയുടെ ഭക്തൻ എന്ന നിലയിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യം. അപ്പൊ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണം എന്നെന്തോ നീ അല്ലെ. ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, പിന്നെ നീ എന്തിനാണെന്ന്, ഭരതന് നാട് വാഴാൻ വേണ്ടി, നാട് ഭരിക്കാൻ വേണ്ടി നീ എന്തിനാണ് കാട്ടി, അതാണ് മനസ്സിലാക്കാത്തത്. അപ്പോ മനുഷ്യന്റെ ഉള്ളിലുള്ള സ്വാർത്ഥത. ഭരതൻ നാട് ഭരിച്ചാൽ മാത്രം പോരാ, രാമനെ എങ്ങനെയെങ്കിലും അരക്കറ്റി നിർത്തണം. കാരണം അതെന്താണെന്ന കാര്യം നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. കാടുവാഴേണമെന്നുണ്ടോ വിധിമതം എന്നു പിഴച്ചത് കൈകീയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാകല താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് ചുറ്റില്ലെന്ന് നിർണയം. ഇപ്പൊ കാട്ടിലേക്ക് പോകുന്നത് അച്ഛൻ പറഞ്ഞു, ദശരഥ പിതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചിട്ട്, നേരിട്ട് പറഞ്ഞിട്ടില്ല, ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു വരം കൊടുത്തിട്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് സ്വയം തീരുമാനിച്ചതാ. അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒരേ തടസ്സത്തിൽ തന്നെ നോക്കേണ്ടത് അല്ലേ എന്നാണ് ഇവിടെ പറയുന്നത്. ഭേദം നിനക്ക് ചെറ്റില്ലെന്ന് നിർണയം പോകണമെന്നു താരൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്ന് ചെറുക്കുന്നതുണ്ട്. നിനക്ക് പോകാതിരിക്കാം, നിനക്ക് കാട്ടിൽ പോകണം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് നീ കാട്ടിൽ പോകുന്നു, അമ്മ പറഞ്ഞതുകൊണ്ട് നിനക്ക് പോകാതെ ഇരിക്കാനും. കാരണം അച്ഛനെ പോലെ തന്നെയാണ് അമ്മ. ഒരു നാണയത്തിന് 2 വശം എന്താന്ന് പറയാം. അച്ഛൻ മാത്രമായിട്ട് മകനില്ല, മക്കളില്ല. അമ്മ മാത്രമായിട്ടില്ല, അമ്മയും അച്ഛനും കൂടെ ചേർന്നതാ. അപ്പൊ തീർച്ചയായിട്ടും അച്ഛൻ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കണം. അപ്പൊ കൗസല്യാദേവിയുടെ ന്യായത്തിന് അല്ലെ വളരെ സാധ്യതയുള്ള ഒരു ന്യായമാണ് കൗസല്യാദേവി ഉന്നയിക്കുന്നത്. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാകണിക്കുന്നതാകിലോ ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞു പോകും. എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അച്ഛൻ പറഞ്ഞത് കേട്ട് നീ പോവുകയാണെങ്കിൽ, എന്റെ വാക്ക് നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവത്യാഗം ചെയ്യും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല, മാനവവംശം, ഈ മനുഷ്യവംശം തന്നെ, ഈ വംശം തന്നെ ഒഴിഞ്ഞു പോകുമെന്ന് സംഭവിച്ചത്. കാരണം അത്ര ഉള്ളുരുകിയാണ്, ഹൃദയം ഉടഞ്ഞുകൊണ്ടാണ് കൗസല്യാദേവി പറയുന്നത്. നോക്കുക, അത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും. അവിടെ കേട്ടുകൊണ്ട് ആരും ഉൾപ്പെട്ടായിരുന്നു? സൗമിത്രി, സുമിത്രാത്മജനായിട്ടുള്ള ലക്ഷ്മണസ്വാമി അരികിലുണ്ടായിരുന്നു. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാജ്ഞ. ഇതെല്ലാം കേട്ടിട്ട് കൗസല്യയുടെ മകനാണ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ സുമിത്രാദേവിയുടെ മകനാണ്, പുത്രനാണ് എന്നുള്ളതല്ല, അവിടെ സാഹോദര്യ ബന്ധമാണ് അല്ലെ. കൗസല്യയുടെ പുത്രനായാലും സുമിത്രയുടെ പുത്രനായാലും അവരെല്ലാവരും സാഹോദര്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈടുത്ത ബന്ധമായിരുന്നു. എന്ന് മാത്രമല്ല, രാമന് ലക്ഷ്മണനോടും ലക്ഷ്മണന് രാമനോടും വല്ലാത്തൊരാത്മബന്ധം. അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വായസ്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഒരേ മനസ്സോടുകൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ രാഘവന്റെ ഈ ഇതെല്ലാം കേട്ടിട്ട്
പറയുന്നതെല്ലാം കേട്ട് കൗസല്യാദേവിയും അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രദേവനും തമ്മിലുള്ള ആ വാക്യം ശകലങ്ങളൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് കണ്ണുകളൊക്കെ ചുവന്നു കൊടുത്തു. ആരുടെ? ലക്ഷ്മണസ്വാമിയുടെ. എന്ന് മാത്രമല്ല, കോപം ഇങ്ങനെ കത്തിക്കാണി നിൽക്കുക, ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് ലക്ഷ്മണസ്വാമി. രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടി ഞാൻ. എങ്ങനെ പറഞ്ഞ? ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടി ഞാൻ. ആകുലമെന്തൊരു കാരണമുണ്ടാവാൻ പ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ചന്ദേതരം പ്രവാഹീനം ഷടപ്രിയം ബന്ധിച്ചു കാതനെയും പിന്നെ ഞാൻ പരിപന്ധികളായുള്ളവരെയും ഒക്കെ അന്തകൻ വീട്ടിനയച്ച അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. അല്ലെ? അപക്വത എന്താണ്? ലക്ഷ്മണസ്വാമിയിൽ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. അപക്വമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വിവേകമില്ലാതെ, അവിവേകമില്ലാതെ ഒരു കാര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്. ശ്രീരാമചന്ദ്രദേവൻ ആളിക്കത്തിയ സന്ദർഭത്തെ എങ്ങനെ നേരിട്ടു? ഇത് ശകലങ്ങൾ കേട്ടിട്ട് ആ ലക്ഷ്മണൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് നമ്മുടെ സാഹോദര്യ ബന്ധത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലെ? ഒരാള് വളരെ വിനയനായിരിക്കും, ഒരാള് വളരെ ഭംഗിയായിരിക്കും, വളരെ സാധുവായിരിക്കും, ശാന്തശീലനായിരിക്കും, മറ്റൊരാള് കോപിഷ്ഠനായിരിക്കും, ക്രോധാക്രാന്തനായിരിക്കും. ഇവിടെ ലക്ഷ്മണന്റെ ക്രോധം മുഴുവൻ നമുക്ക് കാണാം. എന്താ പറയുക? സ്വന്തം പിതാവിനെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? ഭ്രാന്തചിത്തം, ഭ്രാന്തനാണ്. ആ ദശരഥൻ ഭ്രാന്തനില്ലേ എന്ന് പറയാം. നേരിട്ട് പറഞ്ഞു, പേര് പറഞ്ഞു. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം, ജഡതുല്യമാണ്. പ്രായമേറിയ പിന്നെ ഓർമ്മയൊന്നും കാണില്ല, ബോധം ഉണ്ടാവില്ല. വൃദ്ധം വധൂചിതം, തന്റെ ഭാര്യയ്ക്ക് അടിമയായി. കൈകേയിയുടെ അഭിനയാന്നുള്ള കാര്യം പറയാം. വധൂചിതം ചന്ദേതരം, ഒരു ശാന്തിയുമില്ല, ശാന്തി അനുഭവിക്കാൻ പറ്റാതെ ഇങ്ങനെ എന്താ നിർബന്ധ ബുദ്ധിയായിട്ടുള്ള ആ കാതരനാന്തി ഇപ്പൊ തന്നെ പിടിച്ചു കിട്ടും. സ്വന്തം പിതാവിനെ ദശരഥനെ പിടിച്ചു കിട്ടുമെന്ന് പറയാണ് ലക്ഷ്മണസ്വാമി. പരിബന്ധികളായുള്ളവരെയും ഭരതൻ അടക്കമുള്ളവരെന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ ആരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ പിന്തുണയ്ക്കുന്നത് അവരെയെല്ലാം ഞാൻ പിടിച്ചു കിട്ടും. അന്തകൻ വീട്ടിനയക്കും. എവിടെയാ അന്തകൻ വീട്? യമപുരിയിലേക്ക് അയക്കുന്ന. അപ്പൊ കൊല്ലും, വേണ്ടി വന്നാൽ ഞാൻ അച്ഛനെയും കൊല്ലും. ഇതിനു വേണ്ടി ഈ രാമന്റെ അഭിഷേകം നടത്താൻ വേണ്ടിയിട്ടെന്ന് വളരെ കോപാക്രാന്തനായി ലക്ഷ്മണസ്വാമി പറയാം. അപ്പൊ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കണം? രാമായണം പറഞ്ഞുതരാം. ശ്രീരാമൻ എങ്ങനെയാണ് അതിനെ നേരിട്ടത്, ലക്ഷ്മണൻ എങ്ങനെയാണ് നേരിട്ടത്, ഇനി ലക്ഷ്മണനെ എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ നേരിടാൻ പോകുന്നത്, അതൊക്കെ വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ അവതരിപ്പിക്കുക. ഇതിന് ശോകിപ്പതിൻ അന്തർമുദാവസിച്ചിടുക മാതാവേ, ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിൽ ഉണ്ടെന്നു നിർണയം. കാര്യമില്ലാത്തത് ചെയ്യുന്നതാകില്ല ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരും. എനിക്ക് അതിനുള്ള സാമർഥ്യം, എനിക്കതിനുള്ള ശൗര്യമുണ്ട്. അത് പറയുക ലക്ഷ്മണസ്വാമി. ആരോടാ പറയുന്നത്? കരഞ്ഞു പിഴഞ്ഞിരിക്കുന്ന ആ കൗസല്യാദേവിയുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, അമ്മേ എനിക്കതിന് കഴിയും, ഇതിന് കഴിയും. ഈ ശ്രീരാമചന്ദ്രദേവൻ എന്ന എന്റെ ജ്യേഷ്ഠനെ ഇവിടെ അഭിഷേകം വർദ്ധിക്കാനായിട്ട് നിർവഹിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് മാത്രമല്ല, അവസാനം ഒരു വാക്കുകൂടി പറഞ്ഞു. ഇച്ചിരി കടുപ്പമായിട്ടുള്ള ഒരു വാക്കാണ്. എന്താ? കാര്യമല്ലാത്തത് ചെയ്യുന്നതാകിൽ ആചാര്യനും ശാസനം ചെയ്യുന്നതേ വരും. ആര് ചെയ്തു എന്നുള്ളതല്ല, എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവരല്ലേ ചെയ്ത്, അതുപോലെ ക്ഷമിച്ചേക്കാൻ പറയും. ഇവിടെ ലക്ഷ്മണൻ പറയുന്നത് ആചാര്യനായാലും ശരി, എന്റെ ഗുരുനാഥൻ വസിഷ്ഠനായി, പേര് പറയുന്നില്ല. ആചാര്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുരു വസിഷ്ഠനാണ്. അപ്പൊ വസിഷ്ഠനായാൽ തെറ്റ് ചെയ്താൽ അതിന് വേണ്ടത് കിട്ടണം, കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് വലിയൊരു സത്യം കൂടിയാണ്. കാരണം ആരാണോ ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അവരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ലക്ഷ്മണൻ ആദ്യം അവിവേകം പറഞ്ഞെങ്കിൽ അവസാനം കുറച്ചുകൂടി ന്യായയുക്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നമ്മുടെ 6-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ്. ഇത്തം പറഞ്ഞു ലോകത്രയം ദൃശം ദുഃഖമമാറ് സൗമിത്ര നിൽക്കും നേരം അന്ധഹാസം ചെയ്തു അന്ധേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു സുന്ദരനിന്ദിരാവന്തിരവത്സനം ആനന്ദ സ്വരൂപൻ ഇന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷൻ ഇന്ദ്രാദി വൃന്ദാരകവൃന്ദവ്യാംഗി യുഗ്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനന ഇന്ദു ചൂടപ്രിയൻ വന്ദാരുവൃന്ദവന്ധാരദാരുരൂപൻ. ഇവിടെ ശരിക്കും പറഞ്ഞാല് ആ രുഷ കോപിഷ്ഠമായി നിൽക്കുന്ന ലക്ഷ്മണൻ ഇതൊക്കെ പറഞ്ഞിട്ട് ആ ശ്രീരാമചന്ദ്രദേവനായിട്ടുള്ള സംഭാഷണം, അതായത് അവര് തമ്മിൽ ഇങ്ങനെ നേരത്തെ നിൽക്കുക. ശ്രീരാമചന്ദ്രദേവൻ ഇത്രമാത്രം എന്താ ഏകനാണ്, അദ്വൈതനാണ്, അച്യുതനാണ്, നമ്മളെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു അല്ലെ, പരമാത്മനാണ്, അങ്ങനെയൊക്കെയുള്ള എത്ര വർണ്ണിച്ചാലും അതിനപ്പുറത്ത് ബാക്കി നിൽക്കുന്ന എല്ലാ വർണ്ണനകളും പോരാതെ വരുന്ന ഒരാൾ. അത് അതിനെ കുറിച്ചുള്ള പറയുന്നത്. ഇത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രദേവൻ പറയുക, ഇത് നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്.
ഒരു സാഹോദര്യ ബന്ധം, രാമായണത്തിലെ സാഹോദര്യ ബന്ധം എന്താണ്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്താണെന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. ഇതാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കാൻ എന്താണെന്ന്, സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാഭ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിത് മുന്നമേ ഞാനടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാകുമെന്നുള്ളതും ഞാൻ. ഇന്നത്തെ ചോദ്യം, ശ്രീരാമചന്ദ്രദേവൻ കാനനത്തിന് പോയി അല്ലെങ്കിൽ കാനനത്തിന് പോകുന്നു എന്ന വിഷയം കേൾക്കുമ്പോൾ കൗസല്യാദേവി പറയുന്നത്, നീ കാട്ടിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ശ്രീരാമചന്ദ്രദേവൻ താൻ കാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കൗസല്യാദേവി പറഞ്ഞത് എന്തായിരുന്നു? ആലോചിച്ച് ഉത്തരം എഴുതാം. എപ്പോഴും വളരെ ലളിതമാണ്. അപ്പൊ ഇവിടെ ലക്ഷ്മണോപദേശം തുടങ്ങി എങ്ങനെയാണ് ഒരു സഹോദരനെ സംബോധന ചെയ്യേണ്ടത്, അല്ലേ? സംബോധനകൾ വളരെ പ്രാധാന്യമുണ്ട്. 1793 സെപ്റ്റംബർ 11 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ചെന്നിട്ട് ഭാരതത്തിലെ ഒരു യുവ സന്യാസി അവിടെ ചെന്നിട്ട് റെസ്പെക്റ്റഡ് ജെന്റിൽമെൻ, മാഡംസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വാമി വിവേകാനന്ദന്റെ ലോകം അറിയത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാം. അവിടെ ചെന്നിട്ട് അദ്ദേഹം വിളിച്ചത് അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ എന്ന് കേട്ടപ്പോൾ ആദ്യമായി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അമേരിക്ക എന്ന് കേട്ടപ്പോഴേ അവരെല്ലാവരുടെ മനസ്സ് തന്നെ അവരെല്ലാവരും എഴുന്നേറ്റ് ആ കയ്യടി തീരാൻ 3-4 മിനിറ്റ് വേണ്ടി വന്നതാണ്. എത്ര നേരം സംസാരിക്കാൻ ആദ്യത്തെ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദന് കഴിഞ്ഞില്ല. കാരണം എന്താ, ഇതുവരെ അവരെ കേട്ടിട്ടില്ല. എല്ലാവരും ജെന്റിൽമെൻ എന്നൊക്കെയാ പറയുന്നത്. അദ്ദേഹത്തെ വിളിച്ചത് എന്റെ സഹോദരി, എന്റെ ബ്രദേഴ്സ്, എന്റെ സിസ്റ്റേഴ്സ് എന്നാണ് വിളിച്ചത്. അപ്പൊ ഒരു സംബോധന പോലും ഒരാളുടെ ഹൃദയത്തിലേക്ക് അറിയിച്ചിരുന്നതാണ്. ഇവിടെ രാമൻ അതേപോലെ സംബോധന എന്താ പറയുന്നത്? വത്സ, സൗമിത്രേ, കുമാര എന്നാണ്. എന്ന് പറഞ്ഞാല് ഇങ്ങനെ കൈ നൊടിച്ചാൽ 1000 ലക്ഷ്മണന്മാർ ഓടി വരാൻ കാത്തു നിൽക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ വിളിക്കുകയാണ്, വത്സ, എനിക്കേറെ വാത്സല്യമുള്ളവനെ, സൗമിത്രേ, ഏറ്റവും ഗുണസമ്പന്നയായിട്ടുള്ള സുഭദ്രാദേവിയുടെ പുത്രനായിട്ടുള്ളവനെ എന്ന് പറഞ്ഞിട്ട് രാമൻ മതിയാകാതെ രാമന്റെ ഉള്ളിലുള്ള സ്നേഹവും വാത്സല്യം, കുമാര എന്ന് പറഞ്ഞാൽ എന്റെ മകനെ എന്നാണ്. കുമാരൻ എന്ന് പറഞ്ഞാൽ എന്റെ മകൻ. ദശരഥന്റെ സ്ഥാനത്ത് നിന്നും ശ്രീരാമചന്ദ്രൻ വിളിക്കുക, വത്സ സൗമിത്രേ കുമാരനെ കേൾക്കണം. കുമാര എന്ന് പറഞ്ഞിട്ടാണ് സംബോധന. ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ നമ്മൾ പെരുമാറണം, എങ്ങനെ സംബോധന ചെയ്യണം, ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ
നമ്മൾ PhD എടുത്താൽ പോലും പറ്റില്ല. കാരണം ഇന്നത്തെ സർവകലാശാലകളിലും വിദ്യാലയങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. ബാക്കിയെല്ലാം പഠിപ്പിക്കാം. കെമിസ്ട്രി പഠിക്കാം, ഫിസിക്സ് പഠിക്കാം, ഭൂമിശാസ്ത്രം പഠിക്കാം, ഹിസ്റ്ററി പഠിക്കാം, മലയാളം, ഉറുദു, തെലുങ്ക് എല്ലാം പഠിക്കാം. പക്ഷേ ഒരാളോട് എങ്ങനെ പെരുമാറണം അത് പഠിക്കണമെങ്കിൽ നമ്മുടെ ആധ്യാത്മികതയിലേക്ക് കടന്നു വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാമായണം മഹാഭാരതമൊക്കെ. അതുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ കാണുന്നുണ്ട്, അമ്മമാര് അച്ഛന്മാരൊക്കെ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. മത്സ്യസൗമിത്രയെ കുമാരനെ കേൾക്കണം. നിന്റെ മത്സ്യം ഇപ്പൊ നിന്റെ ഉള്ളിലുള്ള ഒരു കോപതാപങ്ങളുണ്ടല്ലോ, ആ മത്സ്യം ഇതിനിപ്പോ ഞാൻ നേരിടും. ഇപ്പൊ തന്നെ ഞാൻ ദശരഥനെ നേരിടുന്നുള്ള ഇവിടെ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാലും അതാണ് ശ്രീരാമചന്ദ്രദേവൻ ആഗ്രഹിച്ചത്, പറയാൻ ആഗ്രഹിച്ചത്. മത്സരാദ്യം വെടിഞ്ഞ് നീ എന്റെ വാക്കുകൾ കേൾക്കണം. ആദ്യം തന്നെ പറയുക. ഒരാളോട് ഒരു കോപിഷ്ഠനായിട്ട് ഒരാൾ വരുമ്പോഴേക്ക് അയാളോട് സംസാരിക്കേണ്ടത് എത്ര ശാന്തമായിട്ടാവണം അല്ലേ? നീ എന്തൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് അച്ഛനെ കുറിച്ച് പറയുന്നത്. ദശരഥനല്ലേ, ദശരഥ മഹാരാജാവല്ലേ, നിനക്കറിയാമോ മഹത്വം എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരുപക്ഷെ രാമന്റെ നേരെ തിരിഞ്ഞാൽ യുദ്ധം ചെയ്യാനായിട്ട് ലക്ഷ്മണൻ അല്ലെ? അങ്ങനെ ആൾക്കത്തി നിൽക്കുക. ആ സമയത്ത് രാമനാണോ ദശരഥനാണോ എന്ന് ലക്ഷ്മണൻ അറിയില്ല. കോപാക്രാന്തനെ നിന്ന് തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അറിയില്ല. ആ സമയത്ത് നമ്മള് അഗ്നി കുറച്ചുകൂടി ആൾക്കത്താൻ എണ്ണയല്ലേ ഒഴിക്കേണ്ടത് അല്ലെ? നല്ല വാക്കുകളുടെ ആശ്വാസ വാക്കുകളുടെ ജലം തളിച്ചു കൊടുക്കണം. ഇവിടെ അതാണ് ശ്രീരാമചന്ദ്രദേവൻ ചെയ്യുന്നത്. നിങ്ങളുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ, എന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോടമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഇത് കേൾക്കണേ. അത് കേട്ടത്തെ ആ വാക്കുകൾ കേൾക്കുമ്പോ അല്ലെ ആരാ തണുത്ത് ഉറഞ്ഞ് അവിടെ വീണു പോകുന്നത്? എന്താ പറയാ, നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ തന്നെ ലക്ഷ്മണൻ അല്ലെ നമ്മളെ കുറിച്ച് നല്ല വാക്കാരെയും പറഞ്ഞ് നമ്മൾ ആ പക്ഷത്തേക്ക് ചെയ്തു. ഇവിടെ ശ്രീരാമചന്ദ്രദേവൻ എന്താ പറഞ്ഞത്? നിന്നാൽ അസാധ്യമായ ഒരു കാര്യമില്ല. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിന്റെ തത്വം അറിയാം, നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. അത് കേൾക്കുമ്പോൾ തന്നെ 100 ഡിഗ്രിയിൽ കത്തിക്കാണുന്ന നമ്മുടെ ലക്ഷ്മണസ്വാമി 50 ഡിഗ്രിയിലേക്ക് വന്നു. നിന്നാൽ അസാധ്യമായി എന്ന് കേട്ടപ്പോൾ ഒരു 25 ഡിഗ്രിയിലേക്ക് വന്നു. അവസാനം 0 ഡിഗ്രിയിലേക്ക് എത്തിക്കുകയാണ്. അതാണ് വേണ്ടത്. ഇങ്ങനെ വേണം നമ്മൾ പെരുമാറാൻ. നിർണയമെങ്കിലും ഒന്നിത് കേൾക്കാൻ ഈ ദൃശ്യമായുള്ളൊരു രാജരേഖാദിയും വിശ്വവും അത്രേ പറഞ്ഞിട്ടാ പറയുന്നത്. നേരെ പറയുകയല്ല, അത്രേ പറഞ്ഞ ആമുഖം പറഞ്ഞിട്ട് ഈ കാണുന്ന രാജ്യം, ഈ ദേഹം ഇതൊക്കെ നിൽക്കുന്നതാണോ? നീ പറയുന്നുണ്ടല്ലോ ഇപ്പം അച്ഛനെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ അടച്ചിട്ട് ജ്യേഷ്ഠന്റെ അഭിഷേകം നടത്തുന്നു പറയുന്നില്ലേ, നടത്തുമെന്ന് പറയുന്നില്ലേ? അതിനുള്ള ശൗര്യം എനിക്കുണ്ട്, സാമർഥ്യമുണ്ട്, പ്രതിഭയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം നിലനിൽക്കുന്നതാണോ? നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാളെ ഇല്ലാതാകും, ഈ നിമിഷം തന്നെ ഇല്ലാതാകുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായി, വളരെ ലാളിത്യത്തോടുകൂടി, വളരെ ദാർശനികപരമായി രാമൻ ചോദിക്കുന്നു. അപ്പോഴോ വിശ്വവും വിശേഷദാനിതനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം. ഈ പേരും പ്രശസ്തിയും രാജ്യവും കൊട്ടാരവും രാജാവും എല്ലാം നിലനിൽക്കുന്നതാണോ? ശാശ്വതമാണോ? അനശ്വരമാണോ? ഒന്നുമല്ലല്ലോ എന്ന് പറയുക. അപ്പോഴാണ് ലോകത്തില് ഏറ്റവും വലിയ തത്വം, രാമായണം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തത്വം. അതിനുശേഷം ഒരുപാട് തത്വശാസ്ത്രങ്ങൾ ഉണ്ടായി. ലോകത്തെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് തത്വശാസ്ത്രങ്ങൾ അല്ലെ? ആ തത്വശാസ്ത്രങ്ങളെല്ലാം പറയുന്നതിനപ്പുറത്ത് രാമായണം പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം, ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു തത്വശാസ്ത്രത്തിൽ കണ്ടിട്ടില്ല. എടുത്തിനോട് പറയാ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കണി. ഇതിനപ്പുറത്ത് ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ വാക്കുകളില്ല. വളരെ ക്യാപ്സൂളായിട്ട് ജീവിതത്തെ വ്യാഖ്യാനിച്ച ഭോഗങ്ങൾ, ഈ സുഖഭോഗങ്ങളെല്ലാം എന്താണ് അപ്പൊ തന്നെ ഇല്ലാതാകുന്ന ക്ഷണപ്രഭാചഞ്ചലം. ആകാശത്ത് നോക്കുമ്പോൾ നിന്നൽപടി ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നും, ആ ക്ഷണത്തിൽ അത് ഇല്ലാതാകുന്നു. ആ തെളിച്ചമേ ഉള്ളൂ നമ്മുടെ സുഖഭോഗങ്ങൾക്ക് എന്ന് അനുജ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുക, ഇതേപോലെ നമ്മുടെ ആയുസ്സും നഷ്ടമാകും, നമ്മുടെ ജീവിതവും നഷ്ടമാകും, നമ്മുടെ ഈ ദേഹം നഷ്ടമാകും. കാരണം എന്താ? ദേഹം ദഹിച്ചു തീരുന്നതാകുന്നുണ്ട് ദേഹം അല്ലെ? ദേഹിയെ അറിയാതെ നമ്മള് ദേഹത്തെയാണ് ദേഹി ഉണ്ടാകും. പക്ഷെ ഈ ദേഹം ദഹിച്ചു പോകുന്നതാണ്. 50 ഗ്രാം ചാരമായി പോകുന്ന ഈ ദേഹത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ പറയുന്നത്. വഗ്നിസന്തപ്ത, കാണാതെ നമ്മൾ പഠിക്കേണ്ട വരികളാണ്. വഗ്നിസന്തപ്ത ലോകത്താമ്പുവിന്ദിന സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകടസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ പരിഗ്രസ്തമാം ലോകവും ആലോലചേരസ ഭോഗങ്ങൾ തേടുന്നു. ശരിക്കും രാമായണത്തിലെ തത്വം എന്ത് എന്ന് ഈ 3-4 വരികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ പറയുന്നത്? ചക്ഷുശ്രവണകടസ്തമാം. ചക്ഷുശ്രവണൻ എന്താണ്? ചക്ഷുസ് കണ്ണ്. ഈ കണ്ണിന്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാല്
പാമ്പിന്റെ ഈ കണ്ണ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പിന്നിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ശ്രവണേന്ദ്രിയം, അതായത് കാതിന്റെ ഭാഗത്തായിട്ടാണ് പാമ്പിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ പാമ്പിനെ പറയുന്നത് എനിക്ക് പറയുന്നത് ഏകദേശം പറയുന്നത് ഇങ്ങനെ തിരിച്ചൊക്കെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ചക്ഷുശ്രവണഗണസ്തമാം ദർദുരം. ചക്ഷുശ്രവണ, ഈ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ദർദുരം തവള. ഒരു പാമ്പ് വിഴുങ്ങി തീരാൻ പോകുക, അല്ലെങ്കിൽ അങ്ങനെ വായിപ്പെട്ടിരിക്കുന്ന ആ തവള തന്റെ അടുത്തൂടെ, തന്റെ മുന്നിലൂടെ, തന്റെ മുഖത്തിന് മുന്നിലൂടെ ഒരു പ്രാണി കടന്നുപോയാൽ പെട്ടെന്ന് അയ്യോ ഇത്രയും വലിയ പാമ്പിന്റെ ഇരയാണല്ലോ ഞാൻ എന്തിനാ അതിനെ ദ്രോഹിക്കുന്നത് എന്ന് ചിന്തിക്കൂ? ഒരിക്കലുമില്ല. ഇന്ന് ചിന്തിക്കാതെ, അതിനെക്കുറിച്ച് ഓർക്കാതെ, അനനിമിഷത്തെ സുഖത്തിന് വേണ്ടി തന്റെ നാവ് പുറത്തേക്കിട്ട് പാമ്പിന്റെ വായുവപ്പെട്ടിരിക്കുന്ന തവള മുന്നിലുള്ള പ്രാണിയെ പിടിച്ചെടുക്കാൻ വേണ്ടി തന്റെ നാവ് പുറത്തിട്ട് അതിനെ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലേ? ഒന്ന് ആലോചിച്ച് ചക്ഷുശ്രവണഗണസ്തമാദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പ്. ആ കാലമാകുന്ന പാമ്പിന്റെ വായിപ്പെട്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും. അല്ലെ? നമ്മളിപ്പോ രാമായണം വായിച്ചിരിക്കുക. നമ്മൾ കാലമാകുന്ന 2025 എന്ന് പറയുന്ന പാമ്പിന്റെ വായിലാണ്. ആ പാമ്പിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? ആലോല ചേതസ, ഇളകി മറിയുന്ന ചേതസോടെ, മനസ്സോടെ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പോവുക. എപ്പോഴാണ് ഈ പാമ്പ് അല്ലെ? ആ ശബ്ദം പോലും കേൾക്കില്ല, വായടയ്ക്കാൻ. അത്രേ ഉള്ളൂ. ഒരു ചൂരൽമല, അല്ലെ? ഒരു സുനാമി എല്ലാം നമ്മൾ കണ്ടുകൊണ്ടി, ഒരു സെക്കൻഡ് മതി, ഒരു ക്ഷണനേരം മതി, ഇതൊക്കെ ഇല്ലാതാ. എന്നാലും നമ്മൾ ഈ സുഖം തേടിക്കൊണ്ടേയിരിക്കുകയല്ലേ? ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. എന്നിട്ട് കുടുംബത്തെ കുറിച്ച് പറയാം. നമ്മളിങ്ങനെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന കുടുംബമുണ്ടല്ലോ, അങ്ങനെ തന്നെ വേണം. പക്ഷെ ഇവിടെ ശ്രീരാമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്മണന്. എങ്ങനെ പറയുന്നത്? പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലം സ്ഥിതമോർക്കനീ. ഈ പുത്രന്മാർ, മക്കൾ എന്നൊക്കെ പറയുന്നത്, മിത്രം നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും എന്നൊക്കെ പറയുന്നത്, കളത്രം ഭാര്യാദി ബന്ധങ്ങൾ, ഇതെല്ലാം പുത്ര മിത്ര അർത്ഥ കളത്രം. പുത്രന്മാരായാലും ബന്ധുജനങ്ങളായാലും ഭാര്യ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഇതൊക്കെ ആയാലും ഈ എന്താണ് ഇതൊക്കെ ഈ സംഗമം. നമ്മൾ ഈ എവിടെ സംഗമിച്ചിരിക്കുന്നത്? നമ്മളൊരു വീട്ടിൽ സംഗമിച്ചിരിക്കുക, അല്ലെ? ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, വല്യച്ഛൻ, കൊച്ചച്ഛൻ, ഇങ്ങനെയൊക്കെ നമ്മളവിടെ ഒരു കുടുംബങ്ങളിൽ നമ്മൾ സംഗമിച്ചിരിക്കുക. ആ സംഗമം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലം സ്ഥിതമാക്കി. അത് പറഞ്ഞിരിക്കും ഇത്രയേ ഉള്ളൂ. പാമ്പുമായി ഒന്ന് അടച്ചാല് അവിടെ ഇല്ലാണ്ടാവുമെന്ന് പറയുന്നത്. കാലാഹീനായി വ്യസ്തമാവലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറയുന്ന പോലെ അഗ്നിസന്തപ്ത ലോകസ്ഥാമ്പുവിന്ദിന സന്നിപം. അതിന് മുന്നിലുള്ള വലിയതായിരുന്നു. അഗ്നിസന്തപ്ത ലോകസ്ഥാമ്പുവിന്ദിന സന്നിപം മധ്യജന്മം ക്ഷണമത്. ചുട്ടുപഴുത്തിരിക്കുന്ന ലോകത്തിലേക്ക് ഒരു ജലത്തുള്ളി വീണാൽ ഒരു ശബ്ദം പോലും കേൾക്കില്ല, അപ്പോഴേ ഇല്ലാണ്ടാവും. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഒരു ഉദാഹരണം കൂടെ പറയാം. പാന്ത് തെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എത്രയും ചഞ്ചലം ആലയ സംഘം. നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച് പറയാം. നമ്മള് വഴിപോക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു, സത്രം എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു. വഴിയെ പോകുന്നവർക്ക് രാത്രിയായാൽ, ഇന്നത്തെ പോലെ ലോഡ്ജുകളും റിസോർട്ടുകളും അല്ലെ ഹോം സ്റ്റേയും ഒന്നും ഇല്ലാത്ത കാലത്ത് ആ സത്രങ്ങളിൽ തങ്ങിയിട്ട് എവിടുന്നൊക്കെയോ നാടുകളിൽ നിന്ന് വന്നവർ രാത്രി അവിടെ തന്നു. പരസ്പരം അറിയില്ല, അവിടെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരാൾ കിഴക്കോട്ട് പോകും, മറ്റേയാൾ തെക്കോട്ട് പോകും, മറ്റേയാൾ വടക്കോട്ട് പോകും, അടുത്തയാൾ പടിഞ്ഞാറേക്ക് പോകും. ഇവർക്ക് കണ്ടുമുട്ടിയെന്നല്ലാതെ പരസ്പരം അറിയത്ത് പോലില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുടുംബ ജീവിതം. ആ ഒരു ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ബോധ്യമുണ്ടായാലും ഇത്രയേ ഉള്ളൂ കുടുംബജീവിതം, അത്രയേ ഉള്ളൂ. പക്ഷെ കുടുംബത്തെ സ്നേഹിക്കണം, അല്ലെ? നമ്മുടെ കർത്തവ്യം ചെയ്യണം, കടമ നിർവഹിക്കണം. അതൊക്കെ ഒരു മാധ്യമമായി നിന്ന് ചെയ്യണം. അല്ല അതിലേക്ക് പെട്ട് വരിഞ്ഞു മുറുകി പോയാൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരദ്രവും. ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഐശ്വര്യം. ഈ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? ഐശ്വര്യം ഒരിക്കലും നിലനിൽക്കുന്നില്ല. ഈ ലക്ഷ്മി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ധനം എന്ന് പറയുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കില്ല. കാരണം ഈ ദേഹത്തില് അത് അധികം നാളെ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. സ്വപ്ന സമാനം കളത്ര സുഖം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. അതുകൊണ്ട് കളത്ര സുഖം എന്ന് പറയുന്നത്, കുടുംബബന്ധം എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ പുത്രബന്ധം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. രാഗാതി സങ്കുലമായുള്ള സംസാര
ആകെ നിരൂപിക്കും സ്വപ്നതുല്യം സംസാരം, ഈ സംസാര ലോകം. അപ്പോ ചോദ്യം ഒന്നുകൂടി പറയുകയാണ്. കൗസല്യ ദേവി ശ്രീരാമചന്ദ്രദേവൻ വന്ന് താൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ കൗസല്യാദേവി ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ആരോട്? ശ്രീരാമചന്ദ്രദേവനോട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് അതിനെ മനനം ചെയ്യണം. വെറുതെ നമ്മള് വളരെ ലളിതമായ ഒരുത്തരം 2-3 ദിവസമായിട്ട് കൊടുത്തത് പറഞ്ഞത് അതിൽ നിന്നൊരു വ്യത്യാസം കാണും. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം ഇവിടെ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ പറയുന്നത്? മായാ സമുദ്ര ആയുസ് പോകുന്നതേതും അറിയില്ല. മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുക. നമ്മള് മായയിലാണ്. മായയിൽ ഇങ്ങനെ കെട്ടിവിടഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഈ സമുദ്രത്തിൽ മായയാകുന്ന സമുദ്രത്തിലായതുകൊണ്ട് ആയുസ് പോകുന്നത് നമ്മള് തിരിച്ചറിയുന്നു. അയ്യോ, എനിക്ക് 75 കഴിഞ്ഞോ, എനിക്ക് 80 ആയോ, എനിക്ക് 90 ആയോ, അപ്പോഴാണ് ചിന്തിക്കുന്നത് അയ്യോ ഇനി എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. എന്നൊക്കെ ചിന്തിക്കുന്നപ്പോഴാ അവസാന ജീവിതത്തിന്റെ അന്ത്യസമയത്ത് മോഹേന മരിക്കുന്നു ചിലർ. എന്നിട്ട് ചിലർ മരിക്കുന്ന എങ്ങനെയാ? മോഹം 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 കൂടുതൽ മോഹത്തോടു കൂടിയാണ്. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കേ പുലർ ഓത്തറിയുന്നില്ല മായതൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചുകൂടാക്കൾ ചിത്പുരുഷൻ ഗതിയതുമറിയാം. ആ പ്രകാശ സ്വരൂപനായ ജഗത്തിന് ആശ്രയമായ ജഗത്ത് തന്നെയായിട്ടുള്ള ആ ചിത്പുരുഷനെ തിരിച്ചറിയാതെ ഓരോരുത്തരും അവരവരുടെ മായയാകുന്ന ആ വലയില് പെട്ടുപോയിരിക്കുന്നു. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഒരായികയാൽ മാമകുംഭാമ്പു സമാനമാൻ മാനസുടൻ കോമതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുന്നേവരും നിർണയം. വ്യാഗ്രിയെ പോലെ ജലയുമെടുത്തു വന്നു ആക്രമിച്ചിടും ശരീരത്തിൽ നിർണയം. മൃത്യുവും കൂടുതൽ നേരം തിരിയാതെ ചിത്രവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു. ശരിക്കും നമ്മുടെ ദേഹത്തെ കുറിച്ച് പറയാം. നമുക്ക് ആയുസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇല്ലാതാകുന്നതാണ്. നമ്മുടെ ശരീരം ഇല്ലാതാകുന്നതാണ്. എപ്പോഴാണ് ഒരു രോഗം വരുന്നത്? തീർന്നു അല്ലെ? ഒരു എന്താ പറയണ്ടത്, ഒരു അർബുദ രോഗം അല്ലെങ്കിൽ കിഡ്നി, നമ്മുടെ വൃക്കരോഗം, അങ്ങനെ ഏതെങ്കിലും ഒരു രോഗം കഴിഞ്ഞ് തീർന്നു അല്ലെ? മനുഷ്യന്റെ ആ കുടുംബം തീർന്നു. കുടുംബത്തിന്റെ ആധാരം പണയം വെച്ച് വായ്പയെടുത്ത് 25 ലക്ഷം മുടങ്ങി അവസാനം പറയും കഴിഞ്ഞു കേട്ടോ എന്ന് പറയും. അവിടെ ആശുപത്രിയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അവസാനം മൃതദേഹമായിട്ട് വീട്ടിലെത്തേണ്ട അവസ്ഥ, വീട്ടുകാർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ, കെട്ടുതാലിയും പണയം വെച്ചാൽ വിറ്റ അവസാനം ആളെയും നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു രോഗം വന്നാൽ, ഒരു പനി വന്ന് കൂടി അത് തന്നെ മതി അവസാനം അന്ത്യത്തിലേക്ക്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം, അത്രയേ ഉള്ളൂ എന്ന് ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ദേഹം നശിപ്പിക്കുമേ വേലും ശത്രുക്കളെ പോലെ, രാത്രിയെ പോലെ ആണ്, അല്ലെങ്കിൽ കടുവയെ പോലെ, പുലിയെ പോലെയൊക്കെ വന്നിട്ട് ജരാനരകൾ നമ്മളെ വീഴുന്നു അല്ലെ? ആ ജരാനരകളെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? യയാതി തന്റെ മകനായിട്ടുള്ള കുഞ്ഞിനിൽ നിന്ന് ആ യൗവനം വാങ്ങിയ നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ ഇവിടെ മൃത്യുവും കൂടുതലും നമ്മുടെ കൂടെ ഉണ്ട്. മൃത്യു എന്താണ് ഇവിടെ എഴുത്തച്ഛൻ രാമായണത്തിൽ കൂടുതലായിട്ട് മൃത്യു എന്നുള്ള വാക്ക്, മനുഷ്യൻ എന്നുള്ള വാക്കിന് വരെ മൃത്യു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് മൃത്യു? മൃത്യു എന്ന് പറയാനുള്ള കാരണം നമ്മള് മർത്യനാണ്. മർത്യനുള്ളതാണ് കാരണം, അത് മൃത്യുവാണ്. മർത്യനായതുകൊണ്ട് തന്നെ നമുക്ക് മൃത്യു ഉണ്ടാകും. മൃത്യു ആയതുകൊണ്ടാണ് മർത്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കെപ്പോഴും മരണം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കാരണം ജനിച്ചപ്പോ തന്നെ നമ്മുടെ മരണവും കുറിച്ച് വെച്ചിരിക്കാം. അപ്പൊ ആ ഒരു ബോധ്യം ഉണ്ടാവണം അല്ലെ? നമ്മളൊരു വീട്ടിലിരിക്കുമ്പോ 500 വർഷം ഞാൻ ജീവിക്കും, അത് കഴിഞ്ഞ് 1000 വർഷം എന്റെ മകൻ ജീവിക്കും എന്ന് കരുതി വീടിനെ വെട്ടിപ്പൊക്കി അവസാനം പരാസ്പരി വരെ എത്തുമെന്ന് സംശയമുണ്ട് അല്ലെ? എത്തും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വാർത്തകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോ നമുക്ക് ആ ഒരു ബോധ്യം വന്നാൽ മതി. ജീവിതത്തെ അത്രമാത്രം ആഴത്തിൽ കണ്ടാൽ മതി. അല്ല ഇതൊക്കെ വലിച്ചെറിഞ്ഞ്, ഭാര്യയെ വലിച്ചെറിഞ്ഞ്, മക്കളെ വലിച്ചെറിഞ്ഞ്, കുടുംബബന്ധങ്ങൾ വലിച്ചെറിഞ്ഞ്, മാതാപിതാക്കളെ നോക്കാതെ എല്ലാവരും ഹിമാലയത്തിൽ പോയി സന്യസിക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അത്രയും വലിയ മുറുക്കപ്പെട്ട ആ ബന്ധങ്ങളെ കുറിച്ച് ഓർമ്മ വേണം, ബോധ്യം വേണം. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട്, ഈ ദേഹമാണ് ഇല്ലാത്തതിന് കാരണം. നമ്മുടെ ദേഹം എന്താണ്? നേരത്തെ പറഞ്ഞ ദേഹം എന്താണ്? ദഹിച്ചു പോകുന്നതാണ് ദേഹം, ദഹിച്ചു പോകുന്നതാണ്. ദേഹിയാണ് ദഹിക്കാത്തത്. പക്ഷെ നമ്മള് എന്നും ഉണ്ടാവും, ഞാൻ എന്നും ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും രാവണോഹം നരേന്ദ്രോഹമാണ്യോഹം. ഞാൻ വിചാരിക്കും ഞാൻ ബ്രാഹ്മണനാണ്, ഏറ്റവും കുലശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ നരേന്ദ്രോഹം, ഞാൻ രാജാവാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷേയോ മരണം എന്ന് വിളിച്ചാൽ പോയേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കോടികളും ബാങ്കിൽ ഇട്ടിട്ട് അവസാനം 1 കോടി മാത്രം പുതച്ച് അത് ശ്മശാനം വരെ ചെന്നിട്ട് അവസാനം ആ കോടിയും 50 ഗ്രാം ചാരമായി കഴിയുമ്പോൾ തീർന്നു സർവ്വകോടി. അത്രേ ഉള്ളൂ അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കാം. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല
വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ലാം, മണ്ണിനു വീഴായി കിളികളായി പോകില്ലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. എന്റെ സഹോദര വത്സ സൗമിത്രേ കുമാര, നീ മനസ്സിലാക്കുക. ലക്ഷ്മണനോട് പറയുക. ആരാ ലക്ഷ്മണൻ? അവിടെ സുമിത്രാദേവിയുടെ മകനായിട്ടുള്ള ലക്ഷ്മണൻ മാത്രമല്ല, നമ്മളെല്ലാവരും ലക്ഷ്മണന്മാരാ. ആ ലക്ഷ്മണന്മാരോട് സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ, കുട്ടികളെന്നോ പണ്ഡിതനെന്നോ പാമനെന്നോ വ്യത്യാസമില്ലാതെ സർവമാനവർക്കും വേണ്ടി പറഞ്ഞു തരികയാണ്. എന്താണ്? ദേഹനിമിത്തമുള്ള ഈ അഹംബോധമുണ്ടല്ലോ, അഹങ്കാരമുണ്ടല്ലോ, നമ്മളെ എവിടെയും കൊണ്ടുവന്ന് എത്തിക്കുകയില്ല. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മാംസ രക്താസ്തി. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന വിലപ്പെട്ട സാധനങ്ങളെ കുറിച്ച്, നമ്മൾ സ്വത്തുക്കളായിട്ട് കൂട്ടിയിട്ടുള്ള നമ്മുടെ ശരീരമാണല്ലോ, ആ ശരീരത്തിൽ ഉള്ളതിനെ കുറിച്ച് പറയുക. എന്തൊക്കെയാണ്? മാംസ രക്താസ്തി വിമൂത്രവേദസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. അല്ലേ? ഈ ശരീരത്തിൽ ഉള്ളതിനെ കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? എത്ര ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. ഇങ്ങനെയൊക്കെ ഈ ശരീരത്തെയാണ് നമ്മൾ പതപ്പിച്ച്, അല്ലെ, നമ്മൾ പതപ്പിച്ച് എന്തൊക്കെ കാട്ടി കൊണ്ടു നടക്കുന്നു. അപ്പൊ ഓർമ്മ വേണം, ഈ ശരീരം എന്തല്ല, എന്ന് നിലനിൽക്കുന്നതല്ല, അനശ്വരമല്ല, ഇത് നശ്വരമാണ്. മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിരധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ വിഭൂതിച്ചെറുന്തവ ജ്ഞാനമില്ലായിക ആണെന്നറിയ നീ ലക്ഷ്മണ. നീ ഇപ്പം മോഹനിമിത്തം നിന്റെ ശരീരം തന്നെ ദഹിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? കോപാവിഷ്ടനായി. ഈ കോപത്തിൽ ഇങ്ങനെ എന്താ അഗ്നിക്കിരയാകുന്ന പോലെയാകും നമ്മുടെ ശരീരം, അല്ലെ? ചൂട് കൊണ്ട്, ആ താപം കൊണ്ട്, കോപത്തിന്റെ താപം കൊണ്ട് അഗ്നിക്കിരയാകുന്നത് പോലെയായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരം നീ എന്തുകൊണ്ടാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ജ്ഞാനമില്ലായ്മയാണ്, നിന്റെ അറിവില്ലായ്മ കൊണ്ടാണത് സംഭവിക്കുന്നത്. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനി നാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്കനി. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാവുന്നതും ദേഹമെല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന് മോഹികമന്ത്രിയാൽ ഉള്ളത് വിദ്യകൾ. അവിദ്യയും അജ്ഞാനം. അവിദ്യ അജ്ഞാനം. വിദ്യ എന്ന് പറയുമ്പോൾ ജ്ഞാനം. അവിദ്യയും വിദ്യയും തമ്മിലുള്ള വ്യത്യാസത്തെ, അവിദ്യയാണ് മോഹമാതാവ്, അവിദ്യയാണ് നമ്മുടെ മോഹത്തിൽ കുടുക്കി ഞെരുക്കി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വിദ്യ ഉണ്ടാവണം, ജ്ഞാനം നേടണം. ഈ ആധ്യാത്മിക ജ്ഞാനം നീ അറിയണം. വേറെ എന്തൊക്കെ പഠിച്ചാലും ഈ ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിൽ സിന്ധുവായ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം. ഒരുപാട് ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടൊക്കെ ഒക്കെ കഴിയുന്നവരാ, അല്ലെ? പണ്ടത്തെ 7ാം ക്ലാസ് കുസ്തി 10ാം ക്ലാസ് ഒന്നുമല്ല, 210 മാർക്ക് മേടിച്ച് വിദേശികളായിരുന്നു. അതൊന്നുമല്ല. വീട്ടൊക്കെ കഴിഞ്ഞ് എംടെക് കഴിഞ്ഞ് MBBS കഴിഞ്ഞ് MD കഴിഞ്ഞ PhD നേടാത്തവരിപ്പോ ഒരു 10 മിനിറ്റ് അതുകൊണ്ട് PhD കാര്യം അല്ലെങ്കിൽ PhD കാര്യം ഉണ്ടാവും. പക്ഷേ ജീവിതത്തെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിവാഹം കഴിച്ച് 3ാം മാസം ആകുമ്പോൾ അല്ലെങ്കിൽ 6ാം മാസം ആകുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം തികയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിക്കാലം കാണുന്നുണ്ട്. ടാറ്റ, അല്ലേ, നമുക്ക് പോകാം, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, അല്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ലിവിങ് ടുഗദറിനോട് താല്പര്യം, കുറെ നാളത്തേക്ക് ഒരുമിച്ച് താമസിക്കാം, എനിക്ക് നിന്നെ മതിയെ, നീ നിന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് പോകാം. ഇങ്ങനെ കുടുംബബന്ധങ്ങളുടെ ആ ഭദ്രത തകർത്തുന്ന നമ്മുടെ ഭാരതത്തെ ലോകം മുഴുവൻ കാണുന്നത് എന്താ? നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയെ. നിങ്ങൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും വല്യച്ഛനും കൊച്ചച്ഛനും ഇവരെല്ലാം ചേർന്ന് ഇങ്ങനെ കുടുംബമായിട്ട് എങ്ങനെ ജീവിക്കുന്നു മറ്റുള്ളവർ ചിന്തിക്കുന്നത്? അവിടെ 5-6 വയസ്സാകുമ്പോൾ തന്നെ ആ കുട്ടികളെ പഠിക്കാനും ജോലി ചെയ്യാനും തമ്മിലൂടെ അവരുടെ പഠിക്കാം. നമുക്ക് എത്ര വിദേശികളല്ലേ ലക്ഷക്കണക്കിന് രൂപ ജോലി ചെയ്ത് സമ്പാദിച്ച് അവര് 6 മാസം യാത്ര ചെയ്യുന്നു, പിന്നെ പോയി പഠിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. നമ്മളങ്ങനെ നമ്മളാ കുടുംബ ബന്ധത്തിന് വലിയ പ്രാധാന്യം, ഭാരതത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. ആ ജ്ഞാനമാണ്, ആത്മീയ ജ്ഞാനമാണ്. അതൊക്കെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള മോഹം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തത്ര കാമക്രോധ ലോകമോഹാദികൾ ശത്രുക്കളാവുന്നതെന്നും അറിയണി. മുക്തിക്ക് വിഘ്നം വരുത്തുവാനത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധം അറിയണം. നിന്റെ മോക്ഷം, പരമമായ മോക്ഷം, നമ്മുടെ പരമമായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നത് ഈ ക്രോധമാണ്. അതുകൊണ്ട് മാതൃമിത്രസഖികളെ, നമ്മുടെ എല്ലാ ബന്ധുജനങ്ങളെയും എന്ത് ചെയ്യുന്നു? ക്രോധം നിമിത്തം അനിക്കുന്നരൂപുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായത് നിർണയം. അതുകൊണ്ട് ക്രോധം ഉപേക്ഷിക്കാതെ മനുഷ്യനായി ജീവിക്കാൻ പറ്റില്ല. ക്രോധം എന്താ? ഭഗവത്ഗീത പറയും, ആരാണ് മോഹത്തിൽ അടിപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ക്രോധത്തിൽപ്പെട്ടിട്ട് അവൻ മോഹത്തിൽ കുരുങ്ങി പോകും. ഈ മോഹത്തിൽ കുടിക്കുന്നവൻ ആസക്തനായി മാറും. ഈ ആസക്തി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഇല്ലാതാക്കും.
നമ്മുടെ നാശമായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ പെട്ടുപോയാൽ, ഏതെങ്കിലും വിഷയങ്ങളിൽപ്പെട്ട് ആസക്തനായി കഴിഞ്ഞാൽ പിന്നെ അവൻ മോഹത്തിൽപ്പെട്ടു. ഈ മോഹം എന്ന് പറയുന്നത് ആ മോഹം സാധിക്കാതെ വരുമ്പോൾ, സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ ആ വ്യക്തിയോട് ക്രോധമായി. അതാണ് പ്രേമിച്ച പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്ക് റോഡിൽ വെച്ച് അഗ്നിക്കിരയാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കത്തിയുമായിട്ട് വാളുമായിട്ട് പോയി ബന്ധിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്താ? മോഹം നടക്കാതാവുമ്പോൾ എന്നാത്തിന് ഇങ്ങനെയാണ് അവളും ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ആസിദ്ധറിയാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് അല്ലേ? ഈ ക്രോധം മൂലകാരണമാണ്. ക്രോധം എന്ത് ചെയ്യണം? ഭക്തരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ക്രോധിക്കാൻ പാടില്ല. ഇവിടെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് നൽകുന്ന ആ ഒരു ഉപദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത് ക്രോധിക്കുന്നതിന് മുമ്പ് എന്താണ് സാഹചര്യം, എന്താണ് കാരണം എന്നൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ധർമ്മം ക്ഷയിക്കില്ല. ധർമ്മക്ഷയകരം ആയിട്ടുള്ള ഈ ക്രോധം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം വനയാത്രയ്ക്കുള്ള അനുമതി തേടിയാണ്. ഇതെല്ലാം പറഞ്ഞ ശേഷം അവിടെ സുമിത്ര മാതാവ് ഉണ്ടായിരുന്നു പറഞ്ഞു. സുമിത്ര മാതാവിനോട് സംസാരിക്കുമ്പോഴാണ് ലക്ഷ്മണസ്വാമി വരുന്നത്. അവിടെ സൗമിത്രി തന്നോട് ഇവണ്ണം പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അമ്മയോട് പറയുകയാണ്, കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല, ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാത്തവരെ പോലെ. അമ്മയ്ക്ക് ആത്മാവിനെ കുറിച്ച് അറിയാം, ആത്മപരമാത്മാ എല്ലാം അറിയാം. അറിവില്ലാത്തവരെ പോലെ ഇവരുടെ ശരീരത്തെ പീഡിപ്പിക്കരുത്. സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ, സർവജ്ഞയല്ലോ ജനനി കേവലം. നീ സർവ എല്ലാം അറിയുന്നവളാ അമ്മ. കൗസല്യദേവി പറയാം, ആശു 14 സംവത്സരം വരെ ദേശേ വസിച്ചു വരുന്നത് കൊണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലക്കളഞ്ഞുടൻ ഉൾക്കനിവോട് അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലും നിശ്ചയെന്നാലതി ഇച്ഛയെന്നുറച്ചിടണമേ. കൗസല്യദേവി പറയുകയാണ്, അല്ല ഒരു പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ വേണം, എങ്ങനെ വേണ്ടത്? അച്ഛൻ ഒരു കാര്യം ഇച്ഛിച്ചാൽ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ, അച്ഛനൊരു കാര്യം ആലോചിച്ചാൽ അതിന്റെ കൂടെ നിൽക്കേണ്ടവരാണ് അമ്മയെന്ന് കൗസല്യാദേവിയോട് ശ്രീരാമചന്ദ്രദേവൻ പറയുകയാണ്. ഭക്തകർമാനുകരണമത്രേ സ്വാതി പ്രത്യനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവുമോദാൽ അനുവദിച്ചില്ലെങ്കിൽ ഏതുമേ ദുഃഖം എനിക്കില്ല. അമ്മ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്റെ മനസ്സ് അത്രമാത്രം ബുദ്ധിമുട്ടുകാരെ. അതാണ് ആ അമ്മ ബന്ധം, അല്ലെ? മാതൃപുത്ര ബന്ധം എന്ന് പറയുന്നത് അതാണ്. അമ്മയ്ക്ക് അമ്മയുടെ മനസ്സ് വേദനിച്ചാൽ നമുക്ക് എവിടെ ചെന്നാലും വിജയിക്കാൻ പറ്റില്ല, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, വാത്സല്യം എന്ന് പറയുന്നത്, കാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നിറഞ്ഞ് ഉണ്ടാവേണ്ടതാണ്. പിന്നെയും മാതൃപാദാന്തിയെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമസ്കരിക്കുകയാണ്. അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. പ്രീതി കൈക്കൊണ്ടെടുപ്പിൽ സംഘസേനയെ ചേർത്ത് ആദരാൽ മൂർധനി ബാഷ്പാഭിഷേകം ചെയ്ത് കരഞ്ഞുകൊണ്ട്, ബാഷ്പം കൊണ്ട്, അല്ലെ, ആ കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ആര്? ശ്രീരാമചന്ദ്രദേവനെ. എന്നിട്ട് പറയുകയാണ്, കൗസല്യദേവിയുടെ പ്രാർത്ഥനയാണ്, അതുകൂടെ കേൾക്കണം. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമഹരി മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ സർവ്വദൈവങ്ങളിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. കാരണം എവിടെയെങ്കിലും ഒരു പിടിപിടി കിട്ടണമല്ലോ. മനസ്സ് അത്രമാത്രം അസ്വസ്ഥമായി, അല്ലെ, കടലില് ഒരു ഗതിയുമില്ലാതെ ദിശ തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെ മനസ്സിങ്ങനെ ആടി ഉലയുന്ന സന്ദർഭത്തില് വേറൊരു ആശ്രയമില്ല. അതുകൊണ്ട് സർവ്വദൈവങ്ങളെയും പറയുന്നുണ്ട്. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരിമുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സംഘസ്ഥിതിലയകാരിണി ചണ്ഡികേ ഏകാത്മകൻ ആശു നടക്കുന്ന നേരവും. അതാണ് ഒരമ്മ. എന്തുകൊണ്ടാണ് അമ്മ ദുഃഖിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്? ഇവിടെ കൗസല്യാദേവിയുടെ വാക്കുകളിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാം. എന്താ കൗസല്യാദേവി പറയുന്നത്? അമ്മ എങ്ങനെയാവണം, ഇങ്ങനെയുള്ള ഒരു അമ്മയാണോ ഞാൻ എന്ന് പരിശോധിക്കാനായിട്ട് കൂടി നമുക്ക് കഴിയണം. എന്താ പറയുന്നത്? ജന്മകലാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമോർന്ന് രക്ഷിച്ചിടുവിൻ നിങ്ങൾ. എന്റെ മകൻ കാട്ടിലേക്ക് പോവുകയാണ്. ആ മകന്റെ എല്ലാ സമയവും അവൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അവൻ മതികെട്ട് ബോധമില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ബോധമൊന്നുമില്ല, അല്ലെ? നമ്മൾ അറിയുന്നില്ല.
അപ്പൊ ആ ഉറങ്ങുന്ന നേരത്ത് പോലും ദൈവങ്ങളെ സർവ്വദൈവങ്ങളും നിങ്ങൾ എന്റെ മകനെ കാത്തിടണമേ എന്നുള്ള അമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള ഒരു പ്രാർത്ഥന. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ? രാമായണം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ ചോദിക്കുന്നതല്ല, രാമായണം ഈ കൗസല്യാദേവി രാമന് വേണ്ടിയിട്ട് ഒഴിക്കുന്ന ആ വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകൾ അങ്ങനെ കുട്ടികളെ സ്നേഹിക്കുകയും കൂടി ചെയ്യുന്ന അമ്മമാരാണോ അച്ഛന്മാരാണോ എന്ന് രാമായണം നമുക്ക് കാട്ടിത്തരിക. ഇത്തമർത്തിച്ചുവൻ പുത്രനാം രാമനെ ഗദ്ദഭാഷ്പം ഗാഠഗാഠമുടന്നുടൻ ഈരേഴ് സംവത്സരം കാലിനെ വസിച്ചാൽ വരിക എന്നനുവദിച്ചിരുന്ന അമ്മയുടെ അനുമതിയില്ലെങ്കിൽ എനിക്ക് ദുഃഖത്തോടെ പോകാൻ പറ്റുള്ളൂ, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്കിന് മറുപടി പറയാണ്, നീ പോയി 14 വർഷത്തിന് ശേഷം 14 വർഷങ്ങൾ കഴിയുമ്പോൾ നീ മടങ്ങി വരാൻ പറഞ്ഞു. ലക്ഷ്മണൻ താനും തക്ഷണേ രാഘവൻ നത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനൂലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നുള്ളപ്പാട് കേട്ടു തീർന്നോ തുലം. ലക്ഷ്മണൻ അടങ്ങി. ലക്ഷ്മണൻ ആ ശീതള ജലം ആരുടെ ആശ്വാസവാക്കുകൾ വത്സ സൗമിത്രേ കുമാരനെ കേൾക്കണമെന്നുള്ള വാക്കുകൾ കേട്ട് ഇപ്പൊ ഒരുങ്ങി മെരുങ്ങി രണ്ട് കൈകൂട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ. അല്ലെ, വാക്കിന്റെ ശക്തി അത് എത്രയാണ്? തോക്കിനേക്കാൾ വെടിയുടേക്കാൾ ശക്തിയുള്ളതാണ്. അതേപോലെ മൃദുലവുമാണ്. ഇപ്പോൾ വഴിയെ വിടകൊള്ളനെന്നുമേ മോതാലതിഞ്ഞാൽ അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര പ്രാണങ്ങളെ കളഞ്ഞിടുവെന്നല്ലായിൽ ഏഴാംഗ തുല്യവരൻ രഘുപതേ. നിന്നൊപ്പം തന്നെ നിന്റെ പാദങ്ങളുടെ സേവയ്ക്ക് വേണ്ടി ഞാനും കൂടെ വരുന്നു, എന്നെയും കൂടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രാണനെ ഇല്ലാതാക്കുമെന്നാണ്. പ്രാണനെ വെടിയുമെന്നാണ് ലക്ഷ്മണസ്വാമി പറഞ്ഞു. നേരത്തെ കൗസല്യാദേവി പറഞ്ഞു, അതിനോട് കൈകേയി പറഞ്ഞു, എല്ലാവരും പറയുന്ന അവസാനം പറയുന്നത് പ്രാണനെ വെടിയുമെന്നാണ് പറഞ്ഞു. എങ്കിൽ നീ അപ്പൊ ശ്രീരാമചന്ദ്രൻ നീ പോരും എന്ന് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ പ്രാണനെ ഞാൻ വെടിയുമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, എങ്കിൽ നീ പോന്നുകൊണ്ടാകുമെന്നാകയാൽ പങ്കജലോചനൻ താൻ അരുൾ ചെയ്തു. വൈദേഹി തന്നോട്, ഇതുവരെ വൈദേഹി കണ്ടിട്ടില്ല, സീതാദേവിയൊന്നും പറഞ്ഞിട്ടില്ല. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിടുവാൻ സീതാഗ്രഹം പൂക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ പെട്ടെന്ന് ഭർത്താവിനെ ഒറ്റയ്ക്ക് വരികയാണ്. വേറെ എന്താ യുവരാജാവാകാൻ ഒരുപാട് താളവും മേളവും അല്ലെ, ഒരുപാട് അലങ്കാരങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സീതാദേവി ഒറ്റയ്ക്ക് കടന്നു വരുന്ന ശ്രീരാമചന്ദ്രനെ കണ്ട് ആശ്ചര്യപ്പെട്ട് പറയുകയാണ്, ആരുമതും കഴികൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്ത് കൃപാനിരെ നഗ്നപാതനായി കടന്നു വരികയാണ്. അല്ല ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് എന്താ കൃപാനിരെ? വാരണവീരനെങ്ങുമേ മമവല്ലഭ. വാരണവീരൻ അല്ലേ, ഐരാവതത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ആനയെ വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ദശരഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വസുധമഹർഷിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, അത് 4 കൊമ്പാണ്, സാധാരണ 2 കൊമ്പേ ഉള്ളൂ. അപ്പൊ ഐരാവതത്തിന്റെ കുടുംബത്തിലാകുമ്പോൾ 4 കൊമ്പുള്ള അതിനെ കാണാൻ തന്നെ ഒരു ഭംഗി. അങ്ങനെയുള്ള ആ ഒരു ആനയാണ് ഇവിടെ അതൊന്നുമില്ലാതെയാണല്ലോ അങ്ങ് വരുന്നത്. അപ്പോഴാണ് കഥ പറയുന്നത്, നേരത്തെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. തന്നിരു ദണ്ഡകാര്യം പുണ്യം വരുത്തുവാൻ താതനറികളും അച്ഛൻ എനിക്ക് പുണ്യത്തിന് വേണ്ടി കാട്ടിൽ പോകാൻ പറഞ്ഞു എന്നാണ് സീതാദേവിയോട് രാമൻ പറയുന്നത്. ഞാൻ അത് പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഏറെച്ചു വാണിയിടുക മാതാവ് കൗസല്യൻ അന്നയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്കും നീ വല്ലരെ. നീ അമ്മയെ നോക്കിക്കൊണ്ട് കൗസല്യദേവി നോക്കി സുഖമായിട്ട് ഇവിടെ കഴിയണം. വാക്യം കേട്ട് ഞാനെനിയും രാമഭദ്രനോടുത്ത മാഹന്ത ചൊല്ലിയിടിഞ്ഞാൽ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ തൊടാതോളം ല്ലോ ഭവന പിതാവിനും എന്നിരിക്കേ വനരാജ്യം തരുവതിന് എന്ന് തോന്നിയിടുവാൻ എന്തൊരു കാര്യം. ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ദശരഥ പിതാവിന് എന്തുകൊണ്ടാണ് അങ്ങേ കാട്ടിലേക്ക് അയക്കാൻ കാരണം എന്താണ്? മന്നവൻ താനല്ലയോ കൗതുകത്തോട് ഇന്നലെ ആ അച്ഛൻ തന്നെയല്ലേ, ആ രാജാവ് തന്നെയല്ലേ ഇന്നലെ വിളിച്ചു പറഞ്ഞത്, വിളംബരം ചെയ്തത് നാളെ രാമന് യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സത്യമോ ചൊല്ലു ഭർത്താവേ ഇതിനോട് വൃത്താന്തം എത്രയും ചിത്രമോ താരിതം എന്നത് കേട്ടരുൾ ചെയ്തു വരൻ. എന്നിട്ട് വരത്തിന്റെ കാര്യം അവിടെ നമുക്കറിയാം, അതുകൊണ്ടത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്, യുദ്ധം ഒഴിവാക്കിയിരിക്കണം, ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ സീതാദേവി രാമനോട് പറയാണ്, മുന്നിൽ നടത്തൻ മനത്തിനു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നും ധരിക്കണം. കാവ്യസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിഞ്ഞാൽ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങിമരങ്ങൾ നിറഞ്ഞവനങ്ങളിൽ കാട്ടിലേക്കാണ് പോകുന്നത് അല്ലെ, നാട്ടിലേക്കല്ല.
കൊട്ടാരങ്ങളുള്ള നാട്ടിലേക്കല്ല, ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നാട്ടിലേക്കാണ്. അവിടെ കൂട്ടുകാരായിട്ട് ആരെയൊക്കെ കിട്ടും? ഗോവര, സിംഹം, വ്യാഘ്ര, സൂകര, സൈനിക, രണവ്യാള, വല്ലൂക, മൃഗാദികൾ, കടുവയും കാട്ടുപോത്തും കാട്ടാനയും അങ്ങനെയൊക്കെയുള്ള ചെന്നായും അങ്ങനെയൊക്കെയുള്ളവരാണ് അവിടെ സഹജീവികളായിട്ടുള്ളത്. അവരുടെ അടുക്കളേക്ക് മാനുഷഭൂതികളെ, മനുഷ്യരെ തന്നെ തിന്നുന്ന ഭക്ഷിക്കുന്ന രാക്ഷസന്മാരുടെ നാട്ടിലേക്ക് നിന്നെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ പോവുക എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നതിന് സീതാദേവി വളരെ മനോഹരമായിട്ട് മറുപടി പറയുന്നുണ്ട്. നാഥ, പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരിലെ. പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവല്ലാതെ മറ്റാരുമല്ല, പതിയല്ലാതെ മറ്റൊരാധാരവും ഇല്ല ഈ ലോകത്ത് അവർക്ക് എന്ന് സീതാദേവി പഠിപ്പിച്ച് കൊടുക്കുകയാണ്. ഏതുമേ ദോഷവും ഇല്ലതയാനിതേ പാദശുശ്രൂഷാമേ, നിന്നിടെ സംഗീതവും സങ്കരം വാണിയിടും, എന്നെ മറ്റാർക്കാരും പീഡിച്ചു കൂടുമോ? ദശരഥന്റെ പുത്രനായിട്ടുള്ള ശ്രീരാമന്റെ ദേവന്റെ ഞാൻ വരുമ്പോൾ എന്നെ ആരാണെന്ന് നോക്കാനെങ്കിലും ഉണ്ടാവുക, എന്നെ പീഡിക്കാനായിട്ട് അല്ലെ ആരാണ് അവിടെ ധൈര്യം കാട്ടുക? വല്ലതും മൂല ഫലജലാഹാരങ്ങൾ വല്ലഭോശിഷ്ടം എനിക്ക് അമൃതോപമം, അങ്ങ് കഴിക്കുന്നത് ഞാനും അമൃതായി കഴിക്കുന്നതായിരിക്കും. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമോത്തുള്ള കല്ലും മുള്ളും പുഷ്പാസരണ തുല്യങ്ങളിരിക്കും. എത്ര ക്രൂരമായിട്ടുള്ള പാതകളാണെങ്കിലും മാർഗങ്ങളാണെങ്കിലും കല്ലും മുള്ളുമൊക്കെ ആണെങ്കിലും എനിക്ക് ഭർത്താവിന് അങ്ങയോടൊപ്പം നടക്കുമ്പോൾ അതൊക്കെ പുഷ്പതുല്യമായി മാറും. പുഷ്പമാണോപമ നീ വെടിഞ്ഞീടല, ഏതുമേ പീഡയില്ലാകയിലൻ മൂലം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കത്തിൽ ജ്യോതി ശാസ്ത്രവിശാരദൻ എന്നോട് പണ്ട് അരുളി ചെയ്തു. അപ്പൊ പണ്ടത്തെ ഒരു കാര്യം പറയണം. പണ്ട് ഒരു വലിയ ജ്യോതിഷ പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന വേളയിൽ ഈ ഭർത്താവിന്റെ കൂടെ കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിലേക്ക് ഒരുമിച്ച് നിനക്ക് താമസിക്കാൻ പറ്റും എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സത്യമായിരിക്കുകയാണ് എന്ന് സീതാദേവി പറയാം. എന്നിട്ട് ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട്, ചോദ്യമല്ല ആ ഒരു ഭാഗം രണ്ടുപേരും പറഞ്ഞിട്ട് നമുക്ക് ചുരുക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാമായണങ്ങൾ പലതും കവിവരെ ആമോദമോട് പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. എത്രയോ രാമായണങ്ങൾ, എത്രയോ കൽപ്പങ്ങൾ, എത്രയോ മഞ്ഞുതരങ്ങൾ, എത്രയോ രാമായണങ്ങൾ, എത്രയോ പേര് പിന്നീട് എഴുതി വന്നു അല്ലെ. ആ രാമായണത്തിൽ എവിടെയെങ്കിലും സീതയില്ലാത്ത ഒരു യാത്ര, രാമന്റെ യാത്രയെ കുറിച്ച് പറയുന്നുണ്ട് ചോദിക്കുക. കാരണം ഇപ്പോൾ മാത്രം ഇത് കൽപ്പങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയല്ല. അതുകൊണ്ട് ആ കഥകളിലൊക്കെ അതിലൊക്കെ പറയുന്നത്, ആ രാമായണങ്ങളിലൊക്കെ പറയുന്നത് രാമനൊപ്പം സീതയുണ്ടെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി ഇന്ന് പോകുന്ന രാമൻ. നമുക്ക് ബാക്കി അടുത്ത ദിവസം കേൾക്കാം. ഏതായാലും 6-ാം ദിവസവും അമ്മയുടെ മുന്നിൽ നമുക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ ഇങ്ങനെ വന്ന് ദീപാരാധനയ്ക്ക് ശേഷം അലങ്കാരഭൂഷിതയായിട്ട് നിൽക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് രാമായണം കേൾക്കാൻ കഴിയുക. അതൊരു വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നൊരു ഭാഗ്യമാണ് അങ്ങനെ രാമായണം കേൾക്കുക എന്ന് പറയുന്നത്. അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. അതൊരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത് അപൂർവമായ ഒരു ഭാഗ്യമാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വാക്കുകൾ അമ്മയുടെ ഉത്പാദനങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിക്കുന്നു. യോഗ